സ്ത്രീവിരുദ്ധത മാത്രം നിറഞ്ഞു നിന്ന ഡബിൾ മീനിംഗ് ഡയലോഗുകൾ പറയുന്ന സൂപ്പർ താരങ്ങളും കയ്യടിയും പൊട്ടിച്ചിരികളും വാരിക്കൂട്ടിയ കാലമുണ്ടായിരുന്നു മലയാള സിനിമയിൽ. ഇന്ന് ആ സിനിമകളെല്ലാം കാണിച്ചു തരുന്നത് ഈ തരം വൃത്തികേടൊക്കെ പറയുന്നത് ക്രെഡിറ്റ് ആണെന്ന് കരുതിയ അന്നത്തെ സമൂഹത്തെക്കുറിച്ചു കൂടിയാണ്. ആ കാലമൊക്കെ മാറി ചേട്ടന്മാരെ. സ്ത്രീകളെക്കുറിച്ചും പെൺകുട്ടികളെക്കുറിച്ചും വായിൽ തോന്നിയ വഷളത്തരം പറഞ്ഞാൽ കയ്യടിക്ക് പകരം ഇന്നത്തെ കുട്ടികൾ കരണത്തടിക്കുകയാണ് ചെയ്യുകയെന്ന് ഈ ഡയലോഗ് വീരന്മാർ ബോച്ചയകത്ത് കിടക്കുന്ന ഈ സമയത്തെങ്കിലും മനസ്സിലാക്കണം. പണത്തിന്റെ ഹുങ്കിൽ എന്തും പറയാമെന്ന് നെഗളിക്കുന്ന വ്യവസായികൾ മുതൽ മാധ്യമ പ്രവർത്തകർ തൊട്ട് സൈബർ വെട്ടുകിളികൾ വരെ ഇനി വായടച്ച് ശീലിക്കണം. കാരണം നിങ്ങളുടെ ഈ വഷളത്തരം ഒന്നാം തരം ക്രൈമാണ്. കൈയടിച്ച് ചിരിക്കുന്ന തമാശയല്ല. നിയന്ത്രിക്കണ്ടേ വഷളത്തരം പറയുന്ന എല്ലാ ബോബിമാരെയും? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പ്രൈം ഡിബേറ്റ് പാനലിൽ ചേരും റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ്, സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ, സാമൂഹ്യ നിരീക്ഷകൻ ബഷീർ വള്ളിക്കുന്ന്, ഒപ്പം കോൺഗ്രസ് നേതാവ് ദീപ അനിൽ എന്നിവർ. ആദ്യം ശ്രീജിത്ത് പണിക്കരേക്ക്. ശ്രീജിത്ത്, ബോബി ചെമ്മണ്ണൂർ കേസ്, ജയില്, ജാമ്യ ഹർജി, ജാമ്യം നിഷേധിക്കൽ, കോടതിയുടെ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ, ഈ നാടകം നടന്നുകൊണ്ടേയിരിക്കുന്നു. ശക്തമായിട്ടുള്ള നിയമ നടപടികളാണ് ഈ വഷളത്തരം പറയുന്നവർക്കുണ്ടാവുക എന്നുള്ള ഒരു പാഠം മുന്നിൽ വെച്ചിട്ട് പോലും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലടക്കം ഇതിനുള്ള പ്രതികരണങ്ങൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ്. ആണായതുകൊണ്ട് എന്തും പറയാം, ബോബി ചെമ്മണ്ണൂർ ഒരാണാണ്, അതല്ലാതെ ഇത് മറ്റേതെങ്കിലും തരത്തിൽ തിരുത്തേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല എന്ന് തന്നെ വായിച്ചെടുക്കേണ്ട കമന്റുകൾ വരുന്നു. സമാനമായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും ശരിക്കും ഇത് പാഠമായിട്ടുണ്ടോ മലയാളിക്ക്? ഇത് പാഠമാകേണ്ടതാണ് അപർണ. പക്ഷെ അങ്ങനെ ആയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ വളരെ സ്വാധീനമുള്ള പല വ്യക്തികളും, ഇനി അതല്ലാത്ത സാധാരണ പ്രൊഫൈലിലുള്ള കുറേയധികം ആൾക്കാരും ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് മറ്റുള്ള ആൾക്കാർ എന്ത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്ന് നിയന്ത്രിക്കുന്നത്, തീരുമാനിക്കുന്നതും ഒക്കെ തന്നെ തങ്ങളാണ് എന്നാണ്. നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന രീതിയിലത്തേക്കുള്ള വസ്ത്രങ്ങൾ നമ്മൾ നിഷ്കർഷിക്കുന്നു. അത് ഏതൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ള ആൾക്കാർ ഉപയോഗിക്കണം, അതല്ലാത്ത ഏത് വസ്ത്രവും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന രീതിയിലത്തേക്കാണ് പോകുന്നത്. ആദ്യ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ കണ്ടിരുന്നത് ഈ പല ആൾക്കാരും ഇതിൽ നിന്നൊക്കെ പിന്മാറിയതിനു ശേഷം അവരുടെ പഴയ കമൻറ്റുകളൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ പിന്നീട് അത്തരത്തിലുള്ള ആൾക്കാർക്ക് പ്രചോദനം ഉണ്ടാകുന്ന രീതിയിലത്തേക്കുള്ള പല അഭിപ്രായങ്ങളും മാധ്യമങ്ങളിൽ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെയും ഒക്കെ തന്നെ നമ്മൾ കണ്ടപ്പോൾ വീണ്ടും കുറേയധികം ആൾക്കാർ ഇതേ അഭിപ്രായം തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെ വന്ന അഭിപ്രായം പറയുന്നതിൽ ഈ പറയുന്നത് പോലെ ഒരു 50-50 ആണ്. കുറേയധികം ആൾക്കാർ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഹണിറോസിനുള്ളതാണ് എന്ന് പറയുമ്പോൾ പോലും ബോബി ചെമ്മണ്ണൂരിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ പോലും കുറേയധികം ആൾക്കാർ ഹണിറോസിനെ കുറ്റപ്പെടുത്തുന്ന അവരുടെ വസ്ത്രധാരണത്തിൻ്റെ പേരിലാണ്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ അവർ അമാന്യമായ രീതിയിലത്തേക്കുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല. ഇത് പറയുന്ന ആൾക്കാർ അവർ ഏതെങ്കിലും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചു എന്ന രീതിയിലത്തേക്ക് പറയുന്ന ആൾക്കാർ അത് ഏത് സമയത്ത് എപ്പോൾ എന്ന രീതിയിലത്തേക്ക് പറയാൻ പോലും തയ്യാറാകുന്നുമില്ല. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ പതിവായി തന്നെ പറയുന്ന പോലെ ഒരു ആണധികാരത്തിൻ്റെ, ഒരു മെയിൽ ഷവനിസത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കുറേയധികം ആൾക്കാർ ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്. അതായത് ഞങ്ങൾ പറയുന്ന വസ്ത്രങ്ങൾ ധരിച്ച് മാത്രമേ നിങ്ങൾ വരാവൂ എന്നൊക്കെ. നമ്മളിവിടെ ആലോചിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലായിടത്തും വെസ്റ്റേൺ വെയർ ഉൾപ്പെടെ ലഭ്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതിനൊക്കെ തന്നെ നല്ല കച്ചവടം ഉള്ളത് കൊണ്ട് തന്നെയാണ് കൂടുതൽ സ്ഥാപനങ്ങളുടെ ഔട്ട്ലെറ്റുകൾ ഗ്രാമങ്ങളിൽ വരെ ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിനർത്ഥം ഇത് ഉപയോഗിക്കുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് ഹണിറോസ് ഒന്നുമല്ല. നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് ആൾക്കാർ ഈ വസ്ത്രങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും തന്നെ മനസ്സിലാക്കാത്ത കുറേയധികം ആൾക്കാർ ഇവിടെ ഇങ്ങനെ സദാചാര പോലീസ് കളിക്കുകയാണ്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇത് കൃത്യമായ ഒരു പാഠമാകേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഹണിറോസ് ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന യുദ്ധം പൂർണ്ണ രീതിയിലത്തേക്ക് വിജയിക്കുകയുള്ളൂ. അപ്പോൾ അതിന് സർക്കാരോ പോലീസോ കോടതിയോ അവരോടൊപ്പം നിന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. പൊതുസമൂഹത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു പൊതുബോധം മാറി വരേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിന് ഒരുപക്ഷെ ഒരു ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായതുകൊണ്ട് മാത്രം കഴിയുമെന്ന് എനിക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തോന്നുന്നില്ല. ഇത്തരത്തിലുള്ള കുറേയധികം ആൾക്കാരുണ്ട്. നമ്മൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെ പറയുമ്പോൾ ഹണിറോസിനെ എങ്ങനെ മോശമായിട്ടുള്ള ആംഗിളുകളിൽ ചിത്രീകരിച്ച് അത് മാക്സിമൈസ് ചെയ്യാം അതിൻ്റെ റീച്ച് എന്ന് ചിന്തിക്കുന്ന യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെ അതിൽ കമൻറ്റ് ചെയ്യുന്ന, കമൻറ്റുകൾക്ക് ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും തന്നെ ബോബി ചെമ്മണ്ണൂരിനൊപ്പം ഇല്ല എങ്കിൽ പോലും പലപ്പോഴും
ഒരു ചെറിയ രീതിയിലത്തേക്കുള്ള ബോബി ചെമ്മണ്ണൂർമാരായി തന്നെ വിലസുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം എതിരെ നടപടി ഉണ്ടാകണം. ഇപ്പോൾ ഹണിറോസിന്റെ തന്നെ പരാതി ബോബി ചെമ്മണ്ണൂരിനെതിരെ മാത്രമല്ല, ഇത്തരത്തിലുള്ള നിരവധി ആൾക്കാരുണ്ട്. കമന്റ് ചെയ്യുന്ന പല ഞരമ്പന്മാർക്കെതിരെ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവർ തന്നെ പറഞ്ഞിരിക്കുന്നത് യൂട്യൂബ് ചാനലുകൾക്കെതിരെ ഏതാണ്ട് 20ഓളം ചാനലുകൾക്കെതിരെ അവർ കേസ് കൊടുക്കും എന്ന രീതിയിലാണ്. അപ്പോൾ ഇതെല്ലാം നടന്നതിന് ശേഷവും പിന്നീടും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ, അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ അവരുടെ മാത്രം അവകാശമല്ല, ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്ന കുറേയധികം ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹണിറോസ് ഒഴികെ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും അവരുടെ വസ്ത്രധാരണം ശരിയല്ല എന്ന് പറഞ്ഞാൽ പോലും അത് ഹണിറോസിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മുകളിലാവുന്നില്ല അഭിപ്രായം എന്നിവർ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കൂ, അവിടെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തിന് അല്ലെങ്കിൽ ഹണിറോസിന്റെ വസ്ത്രധാരണം അല്പം ഓവറാണ് എന്ന് തോന്നുന്ന അഭിപ്രായത്തിന് വലിയ സ്വീകാര്യത നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, ആ തരത്തിലുള്ള സ്വീകാര്യതയുടെ അർത്ഥം നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ മോശമായ രീതിയിലത്തേക്കുള്ള ചിന്തയുള്ള ആണധികാരത്തിന്റെ രീതിയിൽ ചിന്തിക്കുന്ന സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ പുരുഷന്മാരാണ് നിയന്ത്രണങ്ങൾ വരുത്തേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അനവധി ഉണ്ട് എന്ന് മാത്രമേ തെളിയിക്കുന്നുള്ളൂ. അല്ലാതെ അതൊന്നും തന്നെ പിന്നെ ഹണിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് മുകളിലാകുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഇത്തരത്തിലുള്ള ആൾക്കാർക്കാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ഒറ്റ ബോബിയിൽ നിർത്തരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാ ബോബിമാരും എന്നുള്ള ഒരു ക്യാപ്ഷൻ തന്നെ ഈ ചർച്ചയ്ക്ക് കൊടുത്തത്. കേരളം വിട്ടുകഴിഞ്ഞാൽ മലയാളികളല്ലാത്തവർക്ക് മനസ്സിലാകില്ല ചില തമാശകൾ എന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ ഏറ്റവും പുതിയ തലമുറയ്ക്ക് കേരളം വിട്ടാലും കേരളത്തിനകത്ത് ഉണ്ടെങ്കിലും ഒരുപക്ഷെ മനസ്സിലാകാത്ത ആ ഒബ്സീൻ ജോക്കുകൾ, ഇതൊക്കെ പറയാൻ അറിയുന്നവരാണ് വലിയ മിടുക്കർ എന്ന് ധരിപ്പിക്കുന്ന സിനിമകളും ആ തരത്തിലുള്ള ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു. ഇതൊന്നും കഴിഞ്ഞിട്ടില്ല, അതൊക്കെ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഈ തമാശ പോലും പറയാൻ അറിയാത്തവനാണാണോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിൽ നിങ്ങൾ ഈ വകുപ്പുകളെല്ലാം ചേർത്തുകൊണ്ട് കേസെടുക്കണം എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും എന്ന് തിരിച്ചു ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ളവരെ മാറ്റി ചിന്തിപ്പിക്കാൻ, ഇതൊരു ക്രൈമാണ്, ഇതൊരു തമാശയല്ല എന്ന് ചിന്തിപ്പിക്കാൻ ഈ നടപടിക്രമങ്ങൾ കൊണ്ട് കഴിയുന്നുണ്ടോ? ഈ 3 ദിവസം കൊണ്ട്, നേരത്തെ ശ്രീത്ത് പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു ദിവസത്തെ ഒരു പാനിക് സിറ്റുവേഷൻ കഴിഞ്ഞപ്പോൾ പൂർവാധികം ശക്തിയോടെ ഇത്തരം കമന്റുകൾ വീണ്ടും വരുമ്പോൾ അങ്ങനെ മാറി ചിന്തിക്കുന്നുണ്ടോ മലയാളി? അങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ ഒരു ചാനൽ ഇന്നൊരു പുലിവാല പിടിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. റിപ്പോർട്ടർ TV കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് അവരുടെ റിപ്പോർട്ടറും കൂടി ചേർന്നുകൊണ്ട് അവരൊരു വീഡിയോ ചിത്രീകരിക്കുന്നു. ആ ചിത്രീകരിക്കുന്ന സമയത്ത് പോലും അതിൽ ചിത്രീകരിക്കപ്പെടുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് കലോത്സവത്തിന് വന്നിരിക്കുന്ന കുട്ടിയാണ്, അതൊരു മൈനറാണ് എന്നതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലാത്തതുപോലെയാണ് അവർ ആ വീഡിയോ ദൃശ്യം ചിത്രീകരിക്കുന്നത്. അപ്പോൾ വളരെ മുതിർന്ന ഒരു ജോലി ചെയ്യുന്ന ഒരു പുരുഷൻ ഒരു കലോത്സവം റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഔദ്യോഗികമായിട്ട് വരുന്നു. ആ വരുന്നയാൾ അവിടെയുള്ള ഒരു പെൺകുട്ടിയോട് അയാൾക്ക് പ്രണയം തോന്നുന്ന രീതിയിലത്തേക്കാണ് അത് ചിത്രീകരിക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണെങ്കിലും അതിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഒക്കെ ആ രീതിയിലത്തേക്കാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു മാധ്യമ സ്ഥാപനത്തിന് പോലും ഏത് രീതിയിലുള്ള ഏത് പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് വരെ നിങ്ങളൊരു സംരക്ഷണം നൽകേണ്ടുന്ന ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്നതിനെപ്പറ്റി പോലും ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല. പിന്നീട് അതിനെപ്പറ്റി ഒരു ചർച്ചയുണ്ടാകുന്നു. കാഷ്വലായിട്ട് വളരെ സീനിയറായിട്ടുള്ള കുറേയധികം റിപ്പോർട്ടർമാർ ഇരുന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു ചർച്ച ഉണ്ടാകുന്നു. ആ ചർച്ച ഉണ്ടാകുന്ന സമയത്തും അവർ പിന്നീട് ആ കുട്ടിയെ കണ്ടോ, കാണാതിരിക്കുന്നതാണ് നല്ലത് എന്ന രീതിയിലത്തേക്കുള്ള പല പരാമർശങ്ങളുമാണ് അവിടെ വരുന്നത്. അതിനെയൊന്നും ഒരു തമാശയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ആ കുട്ടിക്ക് 18 വയസ്സിൽ താഴെ മാത്രമേ പ്രായമുള്ളൂ എന്നത് ആലോചിക്കണം. അപ്പോൾ നമ്മൾ തലേ ദിവസം ബോബി ചെമ്മണ്ണൂരിനെ ഇത്തരത്തിലുള്ള സദാചാരം പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാകരുത് എന്ന് പറയുന്ന ആൾക്കാർ, പിറ്റേ ദിവസം കുളിച്ചു കുറി തൊട്ട് വന്നിരുന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ഡയലോഗുകളാണ് പറയുന്നത് എങ്കിൽ പിന്നീട് നമ്മൾ ഈ പറയുന്ന മൂല്യങ്ങളൊക്കെ തന്നെ എവിടെയാണ് പോകുന്നത്, ആർക്കാണുള്ളത്, ഏത് സമയത്താണ് ആൾക്കാരൊക്കെ ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുക എന്ന കാര്യത്തിനെപ്പറ്റി നമുക്കൊരു നിശ്ചയവുമില്ല. അപ്പോൾ അതിനർത്ഥം ഇതിനൊക്കെ ഒരു ഡെറ്ററൻ്റായി പ്രവർത്തിക്കേണ്ടുന്ന, ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള സമീപനങ്ങളെ തുറന്നു കാണിക്കേണ്ട ഉത്തരവാദിത്തമുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ പോലും ഈ രീതിയിലത്തേക്കുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത് എന്ന് കരുതിയാൽ സാധാരണക്കാരൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ഇത്രത്തോളം ഇപ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിലുള്ള ഒരാൾ തത്സമയം പറയുന്ന ഒരു വാക്കിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നും അത് ലോകം മുഴുവൻ കാണുകയാണ് എന്നുമുള്ള ഉറപ്പുള്ള ഒരാൾ പോലും പറയുമ്പോൾ അതിനു വേണ്ടുന്ന ജാഗ്രത അയാളുടെ വാക്കുകളിൽ പുലർത്തിയിട്ടില്ല എങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എത്ര മടങ്ങായിരിക്കും അവരൊരു വിഷം സമൂഹത്തിലേക്ക് വമിപ്പിക്കുക എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള ഒരു മുൻകരുതൽ, അല്ലെങ്കിൽ ഇതിനെ ഒരു ഡെറ്ററൻ്റായി കണ്ടുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വാക്കുകൾ എൻ്റെ നാക്കിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലത്തേക്ക് ചിന്തിപ്പിക്കാൻ ഇപ്പോഴും ഈ സംഭവം നമ്മളിൽ പലരെയും പ്രേരിപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്.
അതുകൊണ്ട് തന്നെ വളരെ മാതൃകാപരമായിട്ടുള്ള നടപടികൾ ഈ ഓരോ വിഷയത്തിലും ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട് എന്നാണ് കണ്ടത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിൽ കോടതി അതിൽ യാതൊരു വിധത്തിലുള്ള തിടുക്കവുമില്ല, അടുത്ത ചൊവ്വാഴ്ച നമുക്ക് പരിഗണിക്കാം എന്ന് പറയുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയേക്കും. പക്ഷേ ഇതിൽ പെട്ടെന്ന് പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കേണ്ടുന്ന ഒരു വിഷയമല്ല എന്ന് കോടതിയൊക്കെ പറയുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ പല ആൾക്കാരും ന്യായീകരിക്കാനായിട്ടൊക്കെ പറയുന്നത് എന്താണ്, ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു തമാശ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, അതല്ല എങ്കിൽ മറ്റൊരാളുടെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിലും അത് വെറും ഒരു പ്രസ്താവന മാത്രമല്ലേ, അപ്പോൾ അതിൻ്റെ പേരിൽ 3 വർഷത്തേക്കൊക്കെ തന്നെ പിടിച്ച് അകത്തിടേണ്ടുന്ന കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളല്ല. നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന, ആലോചിച്ച് ചിന്തിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം നടപ്പാക്കിയിരിക്കുന്ന നിയമങ്ങളാണ്. അത്തരത്തിലുള്ള നിയമങ്ങളുടെ പേരിൽ മുമ്പ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്, പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതല്ല. നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒഫൻസിൻ്റെ ഗ്രാവിറ്റി എന്താണോ ആ ഗ്രാവിറ്റിക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്കതിൽ ശിക്ഷാ നടപടികളൊക്കെ തന്നെ പറയുക. ആ ശിക്ഷ പോലും സമൂഹത്തിന് ഒരു ഡെറ്ററൻ്റായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, ഒരാൾ ഇത്തരത്തിലുള്ള മോശം കമൻറ്റുകൾ പറയുകയോ അംഗവിക്ഷേപം നടത്തുകയോ ചെയ്താൽ 1 മുതൽ 3 വർഷം വരെ ജയിലിൽ കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ശേഷവും അയാളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള കമൻറ്റുകൾ പറയുകയും ഈ സ്ത്രീയെ കൂടുതലായിട്ട് അധിക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതികരണം നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ലോ അവിടെ ഒരു ഡെറ്ററൻ്റായി പൂർണ്ണമായും പ്രവർത്തിക്കുന്നില്ല എന്നാണ്. ഞാൻ തിരികെ എത്താം. ശ്രീ ബഷീർ വളിക്കുന്ന്, ബഷീർ വളിക്കുന്ന്, താങ്കൾ ഇരിക്കുന്ന ആ രാജ്യത്ത്, ആ ഗൾഫ് രാജ്യങ്ങളിൽ ഈ തരത്തിലുള്ള തമാശകൾ പറഞ്ഞാൽ, ഈ ഒബ്സീൻ തമാശകൾ പറഞ്ഞാൽ വെളിച്ചം കാണാതെ അകത്ത് കിടക്കുമെന്നറിയുന്ന മലയാളി പോലും സമൂഹ മാധ്യമങ്ങളിൽ അഭിമാനത്തോടുകൂടി ഇത്തരം തമാശകൾ പറയുന്നു. ഇത് തുടരുകയാണ് എന്നുള്ളത് ഈ മിനിറ്റിൽ പോലും പറയേണ്ടതായി വരുന്നു. ആദ്യം മാധ്യമ പ്രവർത്തകർ സ്വയം നന്നാകൂ, എന്നിട്ട് ബോബി ചെമ്മണ്ണൂരിനെ നന്നാക്കാൻ ഇറങ്ങൂ എന്നുള്ള കമന്റുകൾ ഈ ചർച്ചയുടെ പോസ്റ്ററിന് താഴെ വന്നുകൊണ്ടേയിരിക്കുന്ന സമയമാണ്. ഇതൊരു സമൂഹം ഇതിലൊന്നും വലിയ വിഷയമില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ക്രെഡിറ്റ് ആണ്, ഇതൊക്കെ തമാശയ്ക്കുള്ള കാര്യമാണ്, ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ ചിരിക്കും, കൈയടിക്കും, ഹിറ്റാകും എന്നൊക്കെ കരുതുന്ന ഒരു സമൂഹം മാറിയിട്ടേ ഇല്ല. അതിന് ഒരു ബോച്ച അകത്തു പോയാലും ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണോ? എങ്ങനെയാണ് ഈ പലതരം ക്രൈമുകളെല്ലാം അവസാനം ഒറ്റ ക്രൈം തന്നെയാണ് എന്ന് എങ്ങനെ ആൾക്കാർക്ക് പിടികിട്ടും? അങ്ങനെ ഒരു തിരുത്തൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തിരുത്തൽ, ഇതുപോലുള്ള ശക്തമായ നടപടികൾ, ഇങ്ങനെയുള്ള ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, ഇന്നിപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു ചാനലിൽ വന്ന വളരെ മോശം രൂപത്തിലുള്ള ഒരു പരിപാടി, ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ എതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടായാൽ ചലനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ ബോച്ചയുടെ വിഷയത്തിൽ തന്നെ, ഇപ്പൊ ഈ ഹണി റോസിന്റെ വിഷയത്തിൽ തന്നെ അവരൊരു പരാതി കൊടുത്ത ദിവസം മുതൽ ഈ അവരുടെ ഫേസ്ബുക്ക് പേജിലും അവരുടെ ഇൻസ്റ്റയിലും ഒക്കെയുള്ള ഇത്തരം അശ്ലീല കമന്റുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ആയിരക്കണക്കിന് ആളുകൾ അവർക്കെതിരെ തെരുവിളിക്കുകയും അശ്ലീലം എഴുതുകയും ചെയ്തിരുന്നത് ഒരു കേസ് വന്നു എന്ന് കേട്ടപ്പോഴൊക്കെ അവരൊക്കെ മര്യാദാരാമന്മാരായി മാറുന്നത് നമ്മൾ കണ്ടു. അപ്പൊ നടപടികൾ ഉണ്ടായാൽ, പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോ ട്രെൻഡ് മാറി. ബഷീർ വളിക്കുന്നത് 2 ദിവസം കഴിഞ്ഞപ്പോ ട്രെൻഡ് മാറി. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞല്ലോ, 2 ദിവസം കഴിഞ്ഞപ്പോ മാറി, വീണ്ടും തുടങ്ങി അത്തരം കമന്റുകളൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് പോലീസ് ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന പക്ഷം, ഏതെങ്കിലും ഒരാളുടെ പേരിൽ കേസെടുത്തുകൊണ്ട് നിർത്താതെ ഇത്തരം അശ്ലീല ദ്വയാർത്ഥ പ്രയോഗങ്ങളും വ്യക്തി അധിക്ഷേപങ്ങളും ഒക്കെ തുടരുന്ന ആളുകൾക്കെതിരെ പോലീസ് നിയമപരമായി മുന്നോട്ട് നീങ്ങുമെന്ന ഒരു സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് നിൽക്കും. പക്ഷെ ഇവിടെ ഉണ്ടാകുന്നത് ഒരു വാർത്തക്ക് വേണ്ടി, ഇപ്പൊ ഹണി റോസിന്റെ വിഷയത്തിൽ തന്നെ അവരൊരു പരാതി കൊടുത്ത ഒരു വാർത്തക്ക് വേണ്ടി 1-2 ആളുകളുടെ അറസ്റ്റ് ചെയ്ത് നിർത്തി. പിന്നീട് ആളുകൾ ഇതുപോലെ കമന്റുകൾ അടിക്കുമ്പോ, ഇതുപോലെ അശ്ലീലങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വരുമ്പോ പോലീസ് മിണ്ടാതിരിക്കുകയാണെങ്കിൽ വീണ്ടും അത് കൂടും. അപ്പൊ സ്വാഭാവികമായും ഇതൊരു തുടർ നടപടി, ഒരു നടപടിക്രമം, ഒരു സംസ്കാര ക്രമം ദൃശ്യമാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉണ്ടാക്കി വരണം. ഇപ്പൊ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് ഈ ഹണി റോസിന്റെ വിഷയത്തിൽ തുടങ്ങി ഹണി റോസിന്റെ വിഷയത്തിൽ അവസാനിക്കേണ്ട ഒരു വിഷയമല്ല. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം പറയുകയാണെങ്കിൽ, അദ്ദേഹം പതിറ്റാണ്ടുകളായി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളെയും കേരളത്തിലെ മുഖ്യധാര പത്രമാധ്യമങ്ങളെയും ഒക്കെ വിലക്കെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു വ്യാജ ബിംബ നിർമ്മിതി നടത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം, അദ്ദേഹത്തിന്റെ വ്യവസായ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിന് വേണ്ടി. ആ വ്യാജ ബിംബ നിർമ്മിതിക്ക് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കൂട്ടുനിന്നു. അതിന്റെ പടിപടിയായ അശ്ലീല ഉയർച്ചയാണ് അയാളെ നമ്മൾ കണ്ടത്. ഇപ്പൊ എന്ത് ചെയ്താലും എനിക്കിതൊരു നടപടി, ഇപ്പൊ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ VS പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് 2015 അദ്ദേഹം എഴുതിക്കൊണ്ടുവന്ന് വാക്കാൽ പറയല്ല, എഴുതിക്കൊണ്ടുവന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്തതായിരുന്നു 2000 കോടിയുടെ സാമ്പത്തിക അഴിമതി ഈ ബോബി ചെമ്മണ്ണൂർ നടത്തിയതായിട്ട്.
അപ്പൊ അദ്ദേഹം നടത്തുന്ന വാർത്താ സമ്മേളനം ഗോപി ചെമ്മണ്ണൂരിലെത്തിയപ്പോൾ ലൈവ് നിർത്തിയ ദൃശ്യമാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത്. എനിക്കറിയാം, ഞാനന്ന് ബ്ലോഗിങ്ങിലൊക്കെ വളരെ സജീവമായിരുന്ന കാലത്ത് ഞാൻ അന്ന് രാത്രി ആ ലൈവ് അവിടെ കട്ട് ചെയ്ത് അവസാനിപ്പിച്ചത് കണ്ടപ്പോൾ അന്ന് ബ്ലോഗ് എഴുതിയ ആളാണ് ഞാൻ. എനിക്കത് കൃത്യമായി ഓർമ്മയുണ്ട്. അപ്പൊ ദൃശ്യമാധ്യമങ്ങൾ പരസ്യം നൽകുന്ന ആളുകളോട് ദൃശ്യമാധ്യമങ്ങൾക്ക് ഇതുപോലുള്ള വിധേയത്വം ഉണ്ടാകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ സ്പോൺസർമാരോടും സാമ്പത്തികമായി സഹായിക്കുന്ന ആളുകളോടും ഒക്കെ ഒരു ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആദരവിനും ബഹുമാനത്തിനും ഒക്കെ ഒരു ലിമിറ്റ് വേണം. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള ഈ വാർത്തകളൊക്കെ ഇദ്ദേഹത്തിന്റെ പണത്തിന്റെ സ്വാധീനത്തിൽ, ഇദ്ദേഹം നൽകുന്ന പരസ്യത്തിന്റെ സ്വാധീനത്തിൽ മാധ്യമങ്ങൾ മുക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ മുക്കിക്കൊണ്ടിരുന്ന് ഇനി എന്നെ കുറിച്ച് എന്ത് വന്നാലും ഒരു മാധ്യമവും പ്രസിദ്ധീകരിക്കില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാണ് ഇത്ര പരസ്യമായി അവഹേളനങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പരസ്യമായ ഒരു വീഡിയോ കേരള സ്റ്റേറ്റിന്റെ ഇന്റലിജൻസ് ADGP ഓഫീസിൽ നിന്നാണ് വിവരാവകാശ നിയമപ്രകാരം ഒരു വെബ് ചാനൽ കരസ്ഥമാക്കി. 2016 തോന്നുന്നു. അന്ന് ഞാൻ അതിനെ കുറിച്ച് ഒരു ബ്ലോഗ് എഴുതിയത് എനിക്ക് ഓർമ്മയുണ്ട്. 2016 വിവരാവകാശ നിയമപ്രകാരം ഇന്റലിജൻസ് ADGPയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച ഒരു വീഡിയോ, ഒരു പെണ്ണിന്റെ പരാതിയാണത്. അവൾ ഒരു ഒളിക്യാമറ വെച്ച് പിടിച്ചതാണ്. ഇദ്ദേഹം നടത്തുന്ന ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ അവൾ പ്രതികരിക്കുകയും ആ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ പെണ്ണും പിടിക്കും, ഞാൻ ചാരിറ്റി നടത്തും, പൊതുജനം അറിഞ്ഞാലും എനിക്കതൊരു വിഷയമല്ല എന്ന്. ആ വീഡിയോ ഒരു വെബ് ചാനലിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് ഒരു പത്രമാധ്യമം, ഒരു ദൃശ്യമാധ്യമം അത് വാർത്തയാക്കില്ല. അപ്പൊ ഇയാൾക്കറിയാം, ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് തമ്മാടിത്തരം കാണിച്ചാലും ഇതൊന്നും വാർത്തയാക്കാൻ പോകുന്നില്ല. എന്റെ പണത്തിന് മുന്നിൽ കമഴ്ന്ന് വീണ് കിടക്കുന്ന മാധ്യമങ്ങളാണ് കേരളത്തിൽ ഉള്ളത് എന്ന് അയാൾ മനസ്സിലാക്കി. പക്ഷേ എനിക്ക് ഹണി റോസിനോടുള്ള ബഹുമാനമുള്ളത്, പണം സംസാരിക്കുമ്പോൾ സത്യം മൗനം പാലിക്കുമെന്ന ആ പഴമൊഴി തിരുത്തി അദ്ദേഹത്തിനെതിരെ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് വരാൻ അവർ വന്നു. സോഷ്യൽ മീഡിയ അവർക്ക് പിന്തുണ കൊടുത്തു. അപ്പൊ ഈ ഒരു വ്യാജബിംബക്കാരനെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു. ഇദ്ദേഹം എന്തൊക്കെ നടത്തിയിട്ടുണ്ട്. ചാരിറ്റിയുടെ പേര് ഇതേ ഒരു ബ്ലഡ് ബാങ്ക് നടത്തിയല്ലോ. കേരളത്തിലെ എത്ര മാധ്യമങ്ങളും അഭിമാനങ്ങളുമായി ഇദ്ദേഹത്തിന്റെ മാരത്തോൺ ഓട്ടായിരുന്നു, ദ ലോങ്സ്റ്റ് മാരത്തോൺ ഇൻ ദ വേൾഡ്. അതായത് ലൈംഗിക അതിക്രമത്തിലേക്ക് എത്തുന്ന ദ്വയാർത്ഥ പ്രയോഗം തൊട്ട് വളരെ ഇത് ചെറുതൊന്നുമില്ല, പക്ഷേ ഇതൊരു വെറും തമാശയല്ലേ എന്ന് പറയുന്ന ദ്വയാർത്ഥ പ്രയോഗം ഒരു പക്ഷേ ഈ മലയാളി കൂട്ടായ്മകളിലൊക്കെ ഇരുന്ന് പറയുന്ന അത്തരം പൊതു ഇടങ്ങളിൽ പോലും ദ്വയാർത്ഥ പ്രയോഗത്തിന് മുന്നിൽ വന്ന് പെടുന്ന സ്ത്രീകൾ, പെൺകുട്ടികളുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. അതൊക്കെ അങ്ങനത്തെ അവസരത്തിൽ കൂടെ പോകുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അത് ഒരുവിധം സ്ഥാപനങ്ങളിലുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ട്, സംവിധാനങ്ങളിലുണ്ട്, സംഘടനകളിലൊക്കെ തന്നെയുണ്ട്. ആദ്യം പറഞ്ഞത് തൊട്ട് ഇവിടെ വരെ ഇത് രണ്ടും ഒരേ ക്രൈമാണോ? ഇത് രണ്ടും ഒരേ ക്രൈമാണ് എന്ന് മലയാളി മനസ്സിലാകുമോ? ഇത് രണ്ടിനും ഒരേ ശിക്ഷയാണ് നൽകുന്നതെന്ന് മലയാളി മനസ്സിലാകുമോ എന്നുള്ളതാണ്. ഇത് മനസ്സിലാകാത്തിടത്തോളം മറ്റൊന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ, വെറും ഒരു വാക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവസാനിക്കില്ലേ? അപ്പോൾ ഇതൊക്കെ വീണ്ടും ആവർത്തിക്കില്ലേ? ക്രൈമിനനുസരിച്ച ശിക്ഷ കൊടുക്കുക തന്നെ വേണം. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇനി ഏതെങ്കിലും ഒരു ചാനലിലെ റിപ്പോർട്ടർ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗം, ഇപ്പൊ യുവജനോത്സവത്തിൽ ഒരു കുട്ടിക്കെതിരെ നടത്തി, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. ഞാൻ ഇന്നിപ്പോ സൗദി അറേബ്യയിൽ ജിദ്ദയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. ഇപ്പൊ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാനിവിടെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിനിടയിൽ ഇന്നത്തെ സംഭവവികാസങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഒരു കൊച്ചുകുട്ടിയോട് വളരെ അശ്ലീലം കലർന്ന രൂപത്തിൽ സംസാരിക്കുകയും പരിപാടി അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പൊതുമധ്യത്തിൽ നിന്ന്, ഒരു പബ്ലിക് പ്ലേസിൽ നിന്ന് ഇത്തരം പ്രയോഗങ്ങളും ഇത്തരം പരിപാടികളൊക്കെ മാറ്റപ്പെടണമെന്നൊരു സന്ദേശം ജനങ്ങളിലേക്ക് പോകണം. കൃത്യമായ നിയമ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടായേ തീരും. ഇപ്പൊ അത് ഗോപി ചെമ്മണ്ണൂരിന്റെ വിഷയത്തിലായിരുന്നാലും വേണ്ടില്ല, ഏതെങ്കിലും മാധ്യമങ്ങളുടെ വിഷയത്തിലായിരുന്നാലും വേണ്ടില്ല, ഈ സോഷ്യൽ മീഡിയ ആകട്ടെ, ഈ ചാനലുകളാകട്ടെ, ഇതൊക്കെ പബ്ലിക് പ്ലേസ് ആണ്. ഞാൻ തിരികെ എത്താം, ദയവായി തുടരുക. ശ്രീ ബഷീർ വളിക്കുന്ന, ശ്രീ ജോർജ് ജോസഫ്, ബോഡി ഷെയ്മിങ് തമാശകൾ, അതുമാത്രം തമാശകളായിരുന്ന കോമഡി പരിപാടികളൊക്കെ ഉണ്ടായിരുന്ന നാടാണ്. ആ കാലമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്ത് പറയാം, എന്ത് പറയാൻ പാടില്ല എന്നുള്ളത് ഒരു 10 വർഷം പിറകിലോട്ടെടുത്താൽ ഇപ്പോഴുള്ള തലമുറയ്ക്ക് ആശയക്കുഴപ്പം വരും. ആ രീതിയിൽ ഈ സമൂഹം തിരുത്തപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതൊക്കെ ശീലമാണ്, ഇതൊക്കെ ചില സംസ്കാരത്തിന്റെ ഭാഗമാണ്, ഇതൊക്കെ ഞങ്ങൾക്ക് പറയാനാണല്ലോ,
അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അല്ലാതെ വസ്ത്രം ധരിച്ച് നടക്കൂ. ഇനിയിപ്പോൾ വസ്ത്രം കൃത്യമായിട്ട് ധരിച്ച് വീടിനകത്തിരിക്കുകയാണെങ്കിലും ഇതൊക്കെ പറയുന്നതാണ് പുരുഷന്റെ സംസ്കാരം, മലയാളി പുരുഷന്റെ സംസ്കാരം എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രജുഡിസ് ഉണ്ട്. അവിടെ നിയമമുണ്ട്, 3 വർഷം അകത്ത് കിടക്കും എന്നൊക്കെ പറഞ്ഞ് ധരിപ്പിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ കണ്ടാൽ അറിയാം, ഇതൊന്നും ഒരാൾക്കും മനസ്സിലാകുന്നുമില്ല. ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുക്കുകയും വേണ്ട. ബോച്ച 2 ദിവസം കഴിയുമ്പോൾ ഇറങ്ങി വരും, കണ്ടോളൂ ഞങ്ങളുടെ ബോച്ച എന്ന് പറയുന്നത് ഒരൊറ്റ ബോച്ചയുടെ കാര്യമല്ല. പലരും ഇതിന്റെ ഗ്രേഡ് കുറയുന്നു, ഇതിന്റെ തോത് കുറയുന്നു എന്നതേ ഉള്ളൂ. നിയമം കൊണ്ട് ഇത് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നിയമം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും. ഹണി റോസിനെ പോലെ തൻ്റെടിയായ നടിമാർ അല്ലെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ രംഗത്ത് വരണം. ഇത് അവസാനിപ്പിക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ ബോബി ചെമ്മണ്ണൂർ ഈ ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന്? അയാൾ കുറേ വർഷങ്ങളായിട്ട് അയാളുടെ പണത്തിൻ്റെ കൊണ്ട് പല സ്ഥാപനങ്ങളും നടത്തുന്നിടത്ത് ഇതുപോലുള്ള നടിമാരെ വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളും അയാളുടെ പല പല വേലകളും നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ പണത്തിൻ്റെ സ്വാധീനത്തിൽ അയാളെ തൊടാൻ പറ്റാതെ വന്നു. പക്ഷേ ബോൾഡായിട്ട് ഇതുപോലൊരു പെൺകുട്ടി മാലാപാർവതി ഇതുപോലെ രംഗത്ത് വന്നിട്ട് 2-3 മാസമായി. അവർ കൊടുത്ത പരാതിക്ക് ഇതുപോലൊരു നടപടി ഉണ്ടായില്ല. പക്ഷേ ഇവിടുത്തെ ചെറുപ്പക്കാരും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സുന്ദരിയായ ഹണി റോസ് ഇത്ര തൻ്റെ ഇടത്തോടു കൂടി രംഗത്ത് വന്ന് ബോച്ചയ്ക്കെതിരായിട്ട് വന്നത് നമുക്ക് ആ കുട്ടിയെ അഭിനന്ദിക്കാതിരിക്കാനൊക്കില്ല. കാരണം അവർ കൊടുത്ത പരാതിയിൽ 20ഓളം യൂട്യൂബ് ചാനൽസ് അവർ ഇപ്പം മുങ്ങിക്കഴിഞ്ഞു. അതുപോലെ 30ഓളം ആൾക്കാർ എന്തു തോന്നിയാസവും പറയുന്ന കമൻറ്റുകൾ ഫേസ്ബുക്കിൽ വാട്സാപ്പിൽ എല്ലാം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭയവും ഇല്ല. കൂടുതൽ വഷളത്തരം പറയുന്നവന്മാർ ഫേക്ക് ഐഡിയിലാണ് ഇടുന്നത്. പക്ഷേ ഇപ്പോഴേ ആ കുട്ടി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എടുത്തിരിക്കുന്ന കേസിനകത്ത് ഒരാളെ ഷാജി എന്ന ഒരാളെ കുമ്പളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു. 60 വയസ്സുണ്ട്. അയാളുടെ പ്രായമെല്ലാം തീരാറായ മനുഷ്യനാണ്. അയാൾ ഇപ്പോഴും മ്ലേച്ഛമായ രീതിയിൽ കമൻ്റ് ഇടുന്ന ആളെ പൊക്കിക്കഴിഞ്ഞു. ഇനി 20 പേരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം. ഇനി ഒരു 30 പേരിൽ 29 പേരെയും അറസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ മാലാപാർവതിയുടെ കാര്യം പറഞ്ഞത് ഈ കുട്ടിയുടെ അത്ര പോപ്പുലർ ആയില്ല മാലാപാർവതി, അതുകൊണ്ടായിരിക്കാം ആ കുറച്ച് സ്ലോ ആയിപ്പോയത്. ഇപ്പോൾ റൈറ്റ് പേഴ്സൺ വന്നു. റൈറ്റ് ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും ടോപ്പ് റാങ്കിങ് ഉള്ള ആളാണ് ബോച്ചയെന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങേരും പ്രതീക്ഷിച്ച് അങ്ങേരുടെ പണത്തിൻ്റെ കൊണ്ട് എന്തും പറയാം, എന്ത് ഡാൻസും കാണിക്കാം, ആരെ പെൺകുട്ടികളെ തൊടാം, അവരെപ്പറ്റി മേച്ചമായ പദത്തോട് പറയാം എന്നൊക്കെ ചിന്തിച്ച ഒരു മഹാപുരുഷനാണ്. ഇപ്പോഴെന്ത് പറ്റി? സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ അവിടുത്തെ സെല്ലിനകത്ത് കടലാസ് വിളിച്ചു, 24 മണിക്കൂർ കിടന്നു. ഇപ്പോൾ അവിടുത്തെ ജില്ലാ ജയിലിനകത്ത് ഒരു ഷീറ്റും ഒരു പായും വിരിച്ച് അവിടെയും കിടന്നു. കാരണം ഇത് വലിയ അഡ്വക്കേറ്റ്സന്മാർ ഉണ്ട്, എന്നെ ഒരു ചുക്കും ചെയ്യില്ലെന്ന ധാരണ തെറ്റി. ഞാൻ അന്നേ പറഞ്ഞു, ന്യൂസ് 18 തന്നെ പറഞ്ഞു, ഇങ്ങേർക്ക് ജാമ്യം ലഭിക്കത്തില്ല. കാരണം അതിനകത്ത് BNS 75 പ്രകാരം ഉള്ള വകുപ്പിൽ 3 വർഷമാണ് ശിക്ഷ പറയുന്നത്. അതേസമയത്ത് IT 67-നകത്ത് 5 വർഷം ഫസ്റ്റ് ഒഫൻസിന് 5 വർഷം. അത് മൈൻഡ് ചെയ്യാതെ ഇയാളെപ്പോലെ ആൾക്കാർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ 10 വർഷം ശിക്ഷയാണ്. ഈ 2 വകുപ്പ് കൂടാതെ ഇനി പോലീസ് കസ്റ്റഡി ചോദിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അവർ 76, 79 BNS കൂടെ ചേർക്കും. കാരണം ആ പെൺകുട്ടിയുടെ കൈ പിടിച്ച് 200 പ്രാവശ്യം ഒന്ന് കറക്കിയാണ്. കറക്കിയിട്ട് അതിൻ്റെ നെഞ്ചിനോട് ചേർന്ന് കിടക്കുന്ന മാലയിലെ കൈ കൊണ്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് അത് അങ്ങോട്ട് ദർശിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം അതിനെ ഒന്നുകൂടെ കറക്കിയിട്ട് പിന്നി കിടക്കുന്ന ലോക്കറ്റ് കാണാനായിട്ട് അങ്ങോട്ടും കൈ ചൂണ്ടി. ഇയാൾ ആരാണ്? ഇയാൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇവിടെ തൻ്റെ ഇടമുള്ള പെൺകുട്ടി വന്നല്ലോ, ആൾക്കാർ പറഞ്ഞോട്ടെ എന്ത് വേണേലും. പക്ഷേ പൊതുസമൂഹത്തിൽ വളരെയധികം ആൾക്കാർ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിർത്തണം. ചാനലിലായാലും ശരി, യൂട്യൂബിലായാലും ശരി. അതിനകത്ത് പല ആൾക്കാർ ശ്രീ ജോർജ് ജോസഫ് ഈ ദ്വയാർത്ഥ പ്രയോഗം മാത്രം പറയുന്ന അത്രയധികം യൂട്യൂബ് ചാനലുകളുണ്ട്. അതിന്റെ വ്യൂസ് ഒക്കെ കാണാം, അതിന്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണാം. എത്ര ലക്ഷം പേരാണ് ഓരോ വീഡിയോയും കാണുന്നത്. ഇതൊക്കെ കൊച്ചുകുട്ടികളടക്കം ഇരുന്ന് കാണുകയാണ്. ഇതൊക്കെ കണ്ട് രസിക്കുന്നതുകൊണ്ടാണല്ലോ ഇത്രയും വ്യൂസ് അതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ മലയാളി ഇതൊക്കെ കണ്ട് രസിക്കുകയാണെങ്കിൽ ഇതൊക്കെ വലിയ വിഷയമായിട്ട് തോന്നുമോ? ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടുകയാണെങ്കിൽ
കഥ മാറി. ഇനി കിട്ടുന്നില്ലെങ്കിൽ പോലും എന്തോ വലിയ അപരാധം ചെയ്തുകൊണ്ട് ബോബിയെ ജയിലിലടച്ചു എന്ന തരത്തിലുള്ള ഫാൻസിന്റെ കമന്റുകൾ ഇപ്പോഴേ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അത് വരും. അല്ല, ഇതിനകത്തൊരു ഗുണമുണ്ട്. റൈറ്റ് പേഴ്സണായിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ആപ്റ്റ് പേഴ്സൺ പരാതി കൊടുത്തു. ഏറ്റവും ആപ്റ്റായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതാണ് കൂടുതലും ശ്രദ്ധിക്കാനുള്ള കാരണം. പലരും ഇനി പത്തി മടക്കും, അത് യാതൊരു സംശയമില്ല. അനുഭവം ഇത് വരും. എനിക്ക് തോന്നണില്ല. തിങ്കളാഴ്ച കോടതി ഇന്ന് ചോദിച്ചല്ലോ, ഇന്ന് ലോവർ കോടതിയിൽ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചു 14 ദിവസം റിമാൻഡ് ചെയ്തു. ആരാണ്? ആയിരക്കണക്കിന് കോടിയുടെ സ്വത്തുള്ള മഹാനാണ് ഈ കിടക്കുന്നതെന്ന് വിചാരിച്ചോണം. അത് ഒരിക്കലും ബോബി ചെമ്മണ്ണൂരും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആ ആളെ ഇപ്പം 14 വരെ ലോവർ കോടതി റിമാൻഡ് ചെയ്തു. അവിടുന്ന് ഇനി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അപ്പീലിന് പോകണം. അത് സ്കിപ്പ് ചെയ്ത് ഹൈക്കോടതി പോയി. എനിക്ക് തോന്നുന്നില്ല ഹൈക്കോടതിക്ക് അത് പിടിച്ചെന്ന്. കാരണം ഈ ലോവർ കോടതിയിലെ കഴിഞ്ഞാൽ ജില്ലാ കോടതിയിൽ പോയി അവിടെ നിന്ന് ജാമ്യം കിട്ടാതെ വരുമ്പോൾ ഹൈക്കോടതി പോകുക എന്നുള്ള സാമാന്യ മര്യാദ. പണത്തിൻ്റെ ഉങ്കൊണ്ടായിരിക്കും നേരെ സ്കിപ്പ് ചെയ്ത് ഹൈക്കോടതി പോയി. ഹൈക്കോടതി ചോദിച്ചല്ലോ, എന്താണ് ഇത്ര വലിയ ധൃതി, എന്താണ് ഇത്ര വലിയ ആവശ്യം, അങ്ങേര് ദ്വയാർത്ഥ പ്രയോഗം പറഞ്ഞത് ശരിയല്ലേ എന്നുള്ള രീതിയിൽ ഒരു കമൻ്റൊക്കെ വന്നു. നമുക്ക് കാര്യം ചെയ്യാം, ചൊവ്വാഴ്ച പരിശോധിക്കാം എന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച പരിശോധിച്ചാലും അതിന് പ്രോസിക്യൂഷൻ ഭാഗം കേൾക്കണം, അത് അവരുടെ റിപ്പോർട്ട് വരണം, അതിന് സ്വല്പം സമയമെടുക്കും, 1-2 ദിവസം. ഏതായാലും 15-ാം തീയതി 16-ാം തീയതി ബോബി ചെമ്മണ്ണൂർ ജാമ്യത്തിൽ പൊയ്ക്കോട്ടെ. പക്ഷേ ഏകദേശം 10 ദിവസത്തോളം അകത്ത് കിടക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഈ കേസ് കൺവിഷൻ ആകുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ആ പെൺകുട്ടി നല്ല ബോൾഡായിട്ട് നല്ലതായിട്ട് സംസാരിക്കാൻ അറിയാം. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ബോൾഡായിട്ടും അതുപോലെ അത് ചില കാര്യങ്ങൾ പറഞ്ഞവർ ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഇയാൾ ചാനലിലൊക്കെ ഏറ്റവും ആപ്റ്റായ കാര്യം ചർച്ച വരുമ്പം ചില വ്യക്തികളിരുന്ന് അത് നിർവീര്യമാക്കാനായിട്ട് സംസാരിക്കുന്ന കണ്ടു എന്നൊരു കുട്ടി പറഞ്ഞു. ആ കുട്ടിയുടെ വായിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. സിനിമാ നടിയാണ്, നല്ലതായിട്ട് ചിന്തിക്കുന്നതും നല്ലതായിട്ട് മറുപടി പറയാൻ കഴിവുള്ളൊരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ഫേസ്ബുക്കിൽ വെച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് അത്ര ഈസിയല്ല. ഇതൊരു പാഠമായിരിക്കട്ടെ മലയാളികൾക്ക്. ഈ മ്ലേച്ഛ ചിന്താഗതിയും മ്ലേച്ഛമായ കമൻ്റ് ഇടുന്നവർ ശ്രദ്ധിച്ചോളുക. നിങ്ങളുടെ പുറകെ പോലീസ് ഉണ്ടാവും, ഇതുപോലെ തൻ്റെടിയായ പെൺകുട്ടികളുണ്ടാവും, ഇനി ആൺകുട്ടികളും വരും. കാരണം പലയധികം ആൾക്കാരും ബോൾഡായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഇത്രയുള്ള മഹാമേരു വീണു എന്ന് തോന്നിയാൽ ഇനി ധൈര്യമായിട്ട് ആൾക്കാർ വരും. മാലാപാർവ്വതിനൊരു കേസ് വരുന്നുണ്ട് പുറകെ. അതിന് ദ്വയാർത്ഥ പ്രയോഗം നമ്മൾ ഞാൻ തിരികെ എത്താം. ശ്രീ ജോർജ് ജോസഫ്, ആ കേസിന്റെ വിഷയം ഞാൻ അതുകൊണ്ടാണ് അത് പറയുന്നത്. അത് ഞാൻ തിരികെ എത്താം. ശ്രീമതി ദീപ അനിൽ, 1000 കോടിയുടെ ആസ്തിയുള്ള ബോബി ചെമ്മണ്ണൂർ ഇപ്പോഴും ജയിലിനകത്ത് കിടക്കുകയാണ്. പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ച കാണിക്കാതെ ഈ കേസുമായിട്ടുള്ള എല്ലാ നടപടികളും മുന്നോട്ട് പോയി. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കോൺഗ്രസ് വേണ്ട, മഹിളാ കോൺഗ്രസ് എങ്കിലും മനസ്സുകൊണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ അഭിനന്ദിക്കുകയായിരിക്കും അല്ലേ? ഇത് നമ്മൾ ഇതിനു മുൻപും പല ഇഷ്യൂകൾ, ഇതുപോലെയുള്ള ഇൻസിഡന്റുകളിൽ പല നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, പല പ്രഖ്യാപനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എത്രത്തോളം നടപ്പാകുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോ ഹണി റോസ് ഒരു പരാതി നൽകി ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ഒരു ഒരു സാമ്പത്തികമായിട്ട് അധികായനായിട്ടുള്ള ഒരാള് അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ജാമ്യം നിഷേധിക്കുന്നു, നീതി ലഭിക്കുന്നു. പക്ഷെ ഇത് എത്ര നാള് ഈ ഒരു രീതി പോകും? ഇതൊരു സെൻസേഷനായിട്ട് മാധ്യമങ്ങൾ കൊണ്ടാടുന്നു. ഇതിനുശേഷം ഇതിൽ എത്ര ശ്രദ്ധയുണ്ടാകും? നമ്മളിവിടെ പറയേണ്ട ഇപ്പൊ നിരവധി പരാതികൾ പോലീസിൽ പോയിട്ടും സൈബർ പരാതികളിൽ നടപടികൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകള് സൈബർ സെല്ലുകളിൽ പരാതികളുമായിട്ട് പോകാത്തത്. റീച്ച് കൂട്ടാൻ വേണ്ടി മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് നടത്തുന്ന കാര്യങ്ങൾ ഇവിടെ സൈബർ ലോകത്ത് നിരവധിയായിട്ട് നടക്കുകയാണ്. നമ്മൾക്ക് തന്നെ ഇപ്പൊ ഹണി റോസ് ഇത്രയധികം വൈകിയതെന്ത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മളൊക്കെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഹണി റോസിനെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകള്, യൂട്യൂബർമാരുടെ ഇതൊക്കെ എത്രയാ നമ്മൾ കാണുന്നത്. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മ്ലേച്ഛമായ രീതിയിലുള്ള ആ ഒരു പേജ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു ചാനലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നതിന് വേണ്ടി അതിന്റെ ടൈറ്റിൽ പോലും അത്രയധികം മോശമായിട്ടുള്ള ടൈറ്റിലുകൾ കൊടുത്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ഇടുന്നത്. പക്ഷെ ഇതിനെതിരെ ഒന്നും തന്നെ നടപടികൾ ഉണ്ടാകുന്നില്ല. ഇത് സ്വമേധയാ സൈബർ സെല്ലിന് കേസെടുത്ത് ചെയ്യാവുന്നതാണ്. ഇതൊന്നും ആരും ഒളിച്ചു വെച്ചിരിക്കുന്നതോ ഇവരാരും അറിയാത്തതോ അല്ല. എന്താണ് സൈബർ സെല്ലിന്റെ ജോലി എന്ന് പറയുന്നത്?
നിരവധി സ്ത്രീകള് ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവർ സൈബർ ബുള്ളിങ്ങിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പല സമയങ്ങളിൽ. പക്ഷെ ഒന്നിനും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ദൗർഭാഗ്യവശാല്. അപ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്നു, അതില് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ആയതുകൊണ്ടും ഒരുപക്ഷെ രണ്ടുപേരും ഒരുപോലെ. അങ്ങനെ ഒരു വിഷയം, നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നപ്പോൾ അവിടെ നിന്നത് പ്രമുഖ നടൻ ദിലീപാണ്. അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നു, ഹേമ കമ്മിറ്റി വരുന്നു, സിനിമാ മേഖലയിലെ പല പരാതികൾ വരുന്നു. പരിപൂർണമായിട്ട് പരിഷ്കരിക്കാനും തിരുത്താനും കഴിഞ്ഞില്ലെങ്കിലും കുറെയൊക്കെ തിരുത്തൽ നടപടികൾ ഉണ്ടാകുന്നു. അങ്ങനെ ഓരോരോ സംഭവങ്ങൾ വരുമ്പോഴാണല്ലോ ആർജവം ഉണ്ടാകുക. ഒരു ഭരണകൂടം അല്ലെങ്കിൽ അതിന്റെ ആഭ്യന്തര വകുപ്പും പോലീസും ഒക്കെ ഇത് ഓരോന്നിലാണല്ലോ തുടങ്ങേണ്ടി വരുന്നത്. അങ്ങനെ ഒരു നല്ല തുടക്കം ഇതിനകത്ത് നടക്കുന്നു, തുടർച്ചയായിട്ട് നടക്കുന്നു. അത് നല്ലൊരു തുടക്കം വൈകിയാണെങ്കിൽ പോലും ഇത് നല്ലൊരു തുടക്കമാകട്ടെ എന്ന് തന്നെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങോട്ട് നമ്മളിപ്പോ ഈ സൈബർ ലോകം എന്ന് പറയുന്നത് ഇപ്പോ നമ്മള് ഒരു സാധാരണയായിട്ട് നമ്മളിപ്പോ ജീവിക്കുന്നത് തന്നെ ഒരു സൈബർ ലോകത്താണെന്ന് പറയാം. എപ്പോഴും നമ്മളിങ്ങനെ യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ അതിന്റെ അകത്ത് ഇന്റർഫിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് സൈബർ ലോകം എന്ന് പറയുന്നത്. ഇതിൽ നടക്കുന്ന അധിക്ഷേപങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ തന്നെയും മറ്റ് കുട്ടികളെ, ഭാവിയിലുള്ള തലമുറയെ കൂടി ആ രീതിയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ വരുന്നു ദീപാനിൽ. രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ചേർന്നു. രാഹുൽ ഈശ്വർ അടക്കമുള്ള പ്രമുഖർ നിരന്ന് നിന്നിട്ടും അങ്ങനെയുള്ള ബോച്ച ഫാൻസുകാർ ഇത്രയും പ്രതിഷേധം ഉണ്ടായിട്ടും അല്ലെങ്കിൽ വലിയ വലിയ വാദങ്ങളൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കോടതിക്ക് മനസ്സിലാകുന്നില്ല. ജാമ്യ ഹർജി പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല. പൊതു ഇടങ്ങളിൽ പരാമർശങ്ങൾ നടത്തുമ്പോൾ സൂക്ഷിക്കണമെന്നൊരു താക്കീതേ കിട്ടിയിട്ടുള്ളൂ. സാധാരണ ഏത് കേസ് പോലെയും പരിഗണിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇനിയും കുറച്ച് ദിവസങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ അകത്ത് കിടക്കും. അപ്പോഴും ചിലർക്ക് പാഠമാകും ഇല്ലേ? ശരി, ഞാൻ അടക്കമുള്ള സാധാരണക്കാരെ പോലെ തന്നെ ബോച്ചെ ചെയ്തത് ശരിയല്ലെന്നും ബോച്ചയുടെ പ്രയോഗം തെറ്റാണെന്നും അത് പിൻവലിക്കണമെന്നും ഹണി റോസിനോട് മാപ്പ് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഒരാൾ പോലും ബോച്ചയെ ന്യായീകരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പകരം നമ്മളെല്ലാം സൂചിപ്പിച്ചത് ഹണി റോസ് പ്രഗത്ഭയായ ഒരു കലാകാരിയാണ്, വളരെ മിടുക്കിയായ ഒരു അഭിനേത്രിയാണ്, പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാറാണ്. ഹണി റോസിനെയും കൂടി സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം. കാരണം ബോച്ചയുടെ വാക്കുകൾക്ക് മിതത്വമില്ല. അതേപോലെ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറെ കൂടെ ഡീസന്റ് ആകാം എന്ന് പൊതുസമൂഹത്തിൽ വ്യാപകമായ അഭിപ്രായമുണ്ട്. രണ്ട്, ബോച്ചയ്ക്ക് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം കൊടുത്തില്ല. നേരിട്ട് വരാത്തോണ്ട് രാഹുൽ, ഈ ഡബിൾ മീനിങ് എന്ന് പറയുന്ന ഒബ്സീൻ ഡബിൾ മീനിങ് എന്ന് പറയുന്നത് ക്രൈമാണ്. ഇതങ്ങ് മൊത്തമായിട്ട് നിർത്തിക്കൂടെ? ഹണി റോസ് ഡ്രസ് എടുത്താലും ഡ്രസ് ഇല്ലെങ്കിലും ഒക്കെ മറ്റുള്ളവർക്ക് എന്താണ് ഈ ആ ക്രൈമേ അങ്ങ് നിർത്തിക്കൂടെ? എന്തിനാണ് ഡബിൾ മീനിങ് വലിയ ക്രെഡിറ്റ് ആണെന്ന് ആൾക്കാർ വിചാരിക്കുന്നത്? ആദ്യമായിട്ടായിരിക്കും ശ്രീമതി അപർണയോട് ഞാൻ 100% യോജിക്കുന്നത്. ഒരു കാരണവശാലും ഒരു സെക്ഷലി കളേർഡ് റിമാർക്സും, പ്രത്യേകിച്ച് സെക്ഷൻ 75 ഭാരതീയ ന്യായ സംഹിതയുടെ 4ാം ഉപവകുപ്പിൽ വരുന്ന തൃശൂർ പൂരത്തെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ വേറെ മറ്റേ ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പം കുന്തിയുടെ കാര്യത്തിൽ ആരും ന്യായീകരിക്കാൻ വന്നില്ല. അതായത് വേണമെങ്കിൽ ഷഫാഖ് നാസ് എന്ന നടിയെ ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാം. അദ്ദേഹത്തിന് തന്നെ പറഞ്ഞത് സ്റ്റാർ പ്ലസിലെ മഹാഭാരതത്തിലെ കുന്തിയെ കണ്ടുകൊണ്ടാണെന്ന്. അതൊന്നും ആരും പറഞ്ഞില്ല. ഞാൻ നോക്കി ഒരു ഫേസ് കട്ടുമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും ന്യായീകരിച്ചോന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ആരും ന്യായീകരിച്ചില്ല. അങ്ങനെ ന്യായീകരിക്കാത്തതിന്റെ വാദം മുമ്പോട്ട് വെച്ചോട്ടെ. അങ്ങനെ ന്യായീകരിക്കാത്തതിന്റെ കാരണം നമുക്കെല്ലാം അറിയാം ബോച്ച എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ആ ഉദ്ദേശം ശരിയായില്ല, ആ ഉദ്ദേശം തെറ്റാണ്. പക്ഷെ ആ തെറ്റിന് വേണ്ടി 3 വർഷമോ 1 വർഷമോ ബോച്ചയെ ജയിലിലിടണോ? പകരം ബോച്ച ഇന്ന് കോടതിയിൽ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും ഇത് റിപ്പീറ്റ് ചെയ്യില്ല, എന്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായി എന്ന റിയലൈസേഷൻ ബോച്ചയും സമൂഹത്തിലെ എല്ലാ തരത്തിലുമുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളും നമ്മൾ അവസാനിപ്പിക്കണം. ദ്വയാർത്ഥ പ്രയോഗം പരസ്യമായി പറയുന്നത് ക്രൈമാണ് എന്നൊരു സന്ദേശം കൊടുക്കണമെങ്കിൽ ബോച്ചയെ ജയിലിനകത്ത് പോകണം, ആ ശിക്ഷ എടുക്കണം. ഈ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം വലിയ തരത്തിലേക്കുള്ള അറസ്റ്റുകളൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളില്ലേ, ഇതൊരു സന്ദേശമായിട്ട് അംഗീകരിച്ചൂടെ? ഇതൊരു എക്സാമ്പിൾ ആയിട്ട് അംഗീകരിച്ചൂടെ? ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ഒരു വരി കൂടി, അത് ഹണി റോസിന്റെയും മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ക്രെഡിറ്റ് തന്നെയാണ്. അതായത് ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കെതിരെ, ഇൻസുനേഷനോ ഇന്നുവെന്റോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരം രീതിയിലുള്ള പ്രയോഗങ്ങൾക്കെതിരെ ഒരു പൊതുബോധം നിലയിൽ വന്നത് വളരെ പോസിറ്റീവാണ്. ആ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ആ മനുഷ്യൻ അവസരം കൊടുക്കുകയും അതിന് പകരം 3 വർഷം ജയിലിലിടണമെന്നുള്ളതാണ്. വയസ്സിലാണ് ബോച്ച നിൽക്കുന്നത് രാഹുലെ, പഠിക്കാൻ അവസരം. ഈ പ്രായമായിട്ടും പഠിക്കാത്ത ഒരാൾ ഇനി ഈ വയസ്സാകാലത്ത് എന്ത് പഠിക്കാൻ പോവുകയാണ്? പ്രായം പറഞ്ഞല്ല, പക്ഷെ
ബോച്ചെ ചെയ്യുന്ന തെറ്റുകളെ തെറ്റെന്നും നന്മകളെ നന്മകളെന്നും നമ്മൾ പറയണം. അതായത് ബോച്ചെ ഇന്നേ വരെ ചെയ്ത നല്ല ചാരിറ്റി അല്ല ഇത് കാരണം റദ്ദ് ചെയ്യണമെന്ന് പറയരുത്. ബോച്ചെ കാരണം 14 ലക്ഷം ആൾക്കാരാണ് രക്തം കൊടുത്തത്. ആയിരക്കണക്കിന് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഒരു മെസ്സേജ് അല്ലേ രാഹുൽ? രാഹുൽ ഒറ്റ കാര്യം, രാഹുൽ ഒരു കാര്യം ചോദിച്ചോട്ടെ രാഹുൽ, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ട ഒരു സിനിമയുണ്ട് സൂപ്പർമാൻ എന്ന് പറഞ്ഞ സിനിമ, ജയറാം അഭിനയിച്ച ഒരു സിനിമ. ജയറാം അതിനകത്ത് ബിന്ദു പണിക്കരോട് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഈ മെമ്മായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, ഞാനത് ഇവിടെ പറയുന്നില്ല, രാഹുലിനും അത് ഓർമ്മയുണ്ടാവും. അങ്ങനെ ഒരു സീൻ ഇപ്പോൾ മലയാള സിനിമയിൽ വരില്ല. മലയാള സിനിമയ്ക്ക് അത് എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഇതൊരു ജയറാം സിനിമ മാത്രമല്ല, അങ്ങനെ ഒരുപാട് സിനിമകൾ എങ്ങനെ മാറി? ഇതുപോലെ വിഷയങ്ങളിൽ പ്രതിഷേധം വന്ന് മാറിയതല്ലേ? അങ്ങനെ വരട്ടെ, ഇത് മാറട്ടെ. ബോച്ചെ അകത്ത് കിടന്ന ബാക്കിയുള്ളവര് പേടിക്കട്ടെ, മിണ്ടാതിരിക്കട്ടെ. അപർണയുടെ ആവേശത്തെ ഞാൻ തല്ലിക്കെടുത്തോണോന്ന് അറിയില്ല. പക്ഷെ ഹണി റോസിനോട് തന്നെ 2 വർഷം മുമ്പ് ലാലേട്ടൻ ഇതിനേക്കാൾ എക്സ്പ്ലിസിറ്റ് ആയി മോൺസ്റ്ററിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഹണി റോസിനോട് തന്നെ ട്രിവാൻഡ്രം ലോഡ്ജിൽ കുന്തി എന്ന വാക്കിന്റെ കുറെ കൂടെ മറ്റൊരു വാക്കെടുത്ത് വെച്ച് ജയസൂര്യ ചോദിക്കുകയും അതിന് ചിരിച്ചുകൊണ്ട് ഹണി റോസ് മറുപടി പറയുന്നുണ്ട്. അപ്പൊ ഈ ജയറാമിന്റെ കാലം മാത്രമല്ല, ഇടയ്ക്കിടയ്ക്കും അല്ല ശരി, ഇനി അങ്ങനെ ഒരു സിനിമ, ഇനി അങ്ങനെ ഒരു രംഗം വരുമോ? ഇപ്പോൾ ഈ ഒരു കേസ് വന്ന സാഹചര്യത്തിൽ ഇനി അങ്ങനെ ഒരു രംഗം റിപ്പീറ്റ് ചെയ്യാൻ മലയാള സിനിമ ഒരു വരിയിൽ പൂർത്തീകരിച്ചോട്ടെ, ഒരു വരിയിൽ. അതുകൊണ്ടാണ് ഇത് പോസിറ്റീവാണ്. ഒരു കാരണവശാലും ഇനിയും അത് വരാൻ പാടില്ല. ആ വരാൻ പാടില്ല എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ്. ആ വരുന്നതിനോട് ആർക്കും യോജിപ്പുമില്ല. ആ തെറ്റ് എനിക്ക് പറ്റിയൊരു തെറ്റ് പറയാം. ഞാൻ ഈ നമ്മുടെ ചാനൽ ചർച്ചയിൽ തന്നെ നടന്നൊരു കാര്യമാണ്. അതിജീവിത എന്ന വാക്കിനോട് പ്രാസമുള്ള മറ്റൊരു തെറ്റായ വാക്ക് ഞാൻ നേരെന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഉപയോഗിച്ചു. എന്നോട് നമ്മുടെ അഡ്വക്കേറ്റ് മിനി മാഡവും ജയശങ്കർ സാറും ഒക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞു ആ വാക്ക് ഉപയോഗിക്കരുത്, കാര്യം വ്യാപകമായി സ്ത്രീകൾക്കെതിരെ മിസ്യൂസ് ചെയ്യപ്പെടും. എനിക്ക് തോന്നുന്നു ന്യൂസ് 18 ചർച്ചയിൽ തന്നെയാണ് ഞാൻ ഒരിക്കൽ അത് പ്രയോഗിച്ചിട്ടുള്ളത് ആദ്യം. അപ്പൊ ഞാൻ അത് തിരുത്തി, പിന്നെ ആ വാക്കേ ഉപയോഗിച്ചിട്ടില്ല. അതേപോലെ കുന്തി എന്ന വാക്ക് നമ്മുടെ കോളേജിലൊക്കെ വളരെ മോശമായിട്ട് ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് ബോച്ചെ ചെയ്തത് തെറ്റാണ്. പക്ഷെ ആ തെറ്റിന് പകരമായി 3 വർഷം പുള്ളിയെ ജയിലിലിടണോ എന്നുള്ളതല്ലേ കേരളം ചോദിക്കുന്നത്. ഇനിയും കേരള സമൂഹത്തിന്റെ പൊതു അഭിപ്രായം രാഹുൽ ഈശ്വർ ചോദിക്കുന്നു, കേരളം ചോദിക്കുന്നൊന്നുമില്ല. ഇതൊരു നിങ്ങളുടെ ചാനൽ ചർച്ചകളിൽ വരുന്ന കമന്റുകൾ എടുത്ത് നോക്കിയാൽ മതി. വെറുതെ ന്യൂസ് 18 ചോദിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ജഡ്ജിക്കും തോന്നണം, അയ്യോ എത്രയോ കേരളം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണല്ലോ, വളരെ പെട്ടെന്ന് പരിഗണിക്കണമല്ലോ എന്ന് ജഡ്ജിക്ക് തോന്നിയില്ലല്ലോ. കേരളത്തിന്റെ കാര്യമൊന്നും പറയില്ല രാഹുലെ. അല്ല നീ കോടതിയെ കുറ്റം പറയാൻ നമ്മൾ ആരുമല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരു വരി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ബോച്ചെ ആരും ന്യായീകരിച്ചില്ല. ബോച്ചെ ചെയ്തത് തെറ്റാണ്. പക്ഷേ ബോച്ചയെ 3 വർഷം ജയിലിലിടുന്നത് അന്യായമാണ്, ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആണ്. അതുകൊണ്ട് ബോച്ചെ ഇന്ന് കോടതിയിൽ പറഞ്ഞതുപോലെ ഞാൻ ഇനി ഈ തെറ്റ് ചെയ്യില്ല, എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ നല്ല കലാകാരിയായ ഹണി റോസ് വിശാല മനസ്കത കാണിക്കണമെന്നുള്ളതാണ് എന്നെ കൂടി വിമർശിച്ച ഹണി റോസിനോട് എനിക്ക് ബഹുമാനത്തോട് പറയാനുള്ളത്. ഈ വ്യത്യസ്തത കാണിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു മയവും വിശാലർത്ഥവും കാണിക്കാൻ ഹണി റോസ് തയ്യാറാകണം. ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിരോധം തോന്നേണ്ട കാര്യമില്ല. ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണമെന്ന് ബഹുമാനപുരസ്സരം പറയാൻ ഉള്ളൊരു രാഹുൽ, ഡബിൾ മീനിങ് ഒരു ക്രൈമായിട്ട് ആണ് നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ അതിന് ശിക്ഷ ഉണ്ടാകണം. ഡബിൾ മീനിങ് ക്രൈമായിട്ട് കണക്കാക്കുന്നില്ലേ? മാപ്പ് കൊടുത്ത് വിടേണ്ട ഒരു കാര്യമാണോ ഈ ദ്വയാർത്ഥ പ്രയോഗം? അവസാനിപ്പിച്ചോട്ടെ. അപർണയോട് ഒരു ചോദ്യം. അപർണ വലിയ കാര്യമായ ജയറാമിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്താ ഹണി റോസ് എന്ന് ഉൾപ്പെട്ട മോൺസ്റ്ററിന്റെയോ ട്രിവാൻഡ്രം ലോഡ്ജിന്റെയോ കാര്യം പറയാത്തത്? ഞാൻ ആ കാലം മാറുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കൊരു മോൺസ്റ്ററും ട്രിവാൻഡ്രം ലോഡ്ജുമായി ഇപ്പൊ കിട്ടുള്ളൂ. ആ സമയത്ത് ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു, ഒരുപാട് സിനിമകൾ. രാഹുൽ, ആ സിനിമകൾ തെറ്റാണെന്ന് ആ കാലത്ത് ആർക്കും തോന്നിയിരുന്നില്ല. സത്യം പറയൂ. ഇനി അപർണയോട് ചോദ്യം ചോദിക്കട്ടെ, അങ്ങനെ ആ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്ക് ഹണി റോസ് നിന്നു കൊടുത്ത ശരിയാണെന്ന് അപർണയ്ക്ക് അഭിപ്രായം ഉണ്ടോ? അല്ല, ഇങ്ങനെ ഒരു ചടങ്ങിൽ വരുമ്പോൾ പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് ഒരാൾ നിന്നു കൊടുക്കുന്നതാണോ? ഞാൻ ചോദിച്ചത് മോൺസ്റ്ററിലും ട്രിവാൻഡ്രം ലോഡ്ജിലും ഹണി റോസ് ആ രംഗത്തിന് നിന്ന് കൊടുത്തത് ശരിയാണെന്ന് അവരുടെ അഭിപ്രായം ഉണ്ടോ? ഈ ഇത്തരം സിനിമകൾ അഭിനയിച്ചവരുടെ മുഴുവൻ ഹിസ്റ്ററി കുറ്റം പറയാൻ പറ്റില്ല. ജയറാം പറഞ്ഞ കാര്യമാണ് പറയുന്നത്. 20 വർഷം മുമ്പ് ജയറാം അങ്ങനെ പറഞ്ഞു. 2 വർഷം മുമ്പ് ഹണി റോസ് ഉൾപ്പെട്ട സിനിമയെ കുറിച്ച് പറയണ്ട. ഈ ഇരട്ടത്താപ്പ് നാട്ടുകാർക്ക് അറിയില്ലേ? രാഹുൽ, സിനിമയിലേക്ക് പോകണ്ട. മേലുദ്യോഗസ്ഥൻ ദ്വയാർത്ഥ പ്രയോഗം പറഞ്ഞിട്ട്
ജോലി നിർത്തിയ ഒരു മാധ്യമ പ്രവർത്തക കേരളത്തിനുണ്ട്. ഏറ്റവും റീസെന്റ് സംഭവമാണ്. എത്രയോ വർഷം ജോലി ചെയ്തിട്ടാണ് അവർ ആ പണി നിർത്തിയെന്നറിയോ? അപ്പൊ പിന്നെ നേരത്തെ നിർത്തിക്കൂടായിരുന്നോ നിങ്ങൾ ചോദിക്കില്ലേ? നേരത്തെ നിർത്തിക്കൂടായിരുന്നോ നിങ്ങൾ ചോദിക്കില്ലേ? സിനിമയുടെ കഥ പറഞ്ഞത് താങ്കളല്ലേ? സിനിമയുടെ കാര്യം പറഞ്ഞു. 2 വർഷം മുമ്പുള്ള സിനിമയുടെ കാര്യം ഞാൻ ചോദിച്ചപ്പോ ഹണി റോസിനെ വിമർശിക്കാൻ പറ്റാത്തൊന്നും ഉണ്ടായിരുന്നു. ഹണി റോസിനെ വിമർശിച്ചാൽ പുരോഗമനപ്പെട്ടൊന്നും പോവില്ല. ഹണി റോസിനെ വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലിബറൽ ഹണി റോസിനെ വിമർശിക്കാൻ കഴിയും, ബാക്കിയുള്ളവരെ വിമർശിക്കാൻ കഴിയും. ബോച്ച് ചെയ്തത് തെറ്റാണ്. ഹണി റോസിന് മിതത്വം വേണം. അല്ല, ആ കമ്പാരിസണേ ശരിയല്ല. 2 സിനിമ കമ്പാരിസൺ അല്ല ഇവിടെ നടത്തിയത്. ഒരു സമൂഹം മാറിയതുപോലെ മാറണ്ടേ എന്ന ഒരു ഇൻഡസ്ട്രി മാറിയതുപോലെ മാറണ്ടേ എന്നാണ് ചോദിച്ചത്. അന്ന് ഒരു സൂപ്പർമാൻ അല്ല, ഒരുപാട് സിനിമകൾ അതായിരുന്നു. ഒരുപാട് സിനിമകൾ അങ്ങനെയായിരുന്നു. ശ്രീജിത്ത് പണിക്കർ മാപ്പ് കൊടുത്ത് ഇതങ്ങ് അവസാനിപ്പിക്കാനുള്ള ഒരു വിശാല മനസ്കത ഹണി റോസ് കാണിക്കണമെന്ന് പറയുന്നിടത്ത് ഇത് ക്രൈമാണെന്ന് രാഹുൽ ഈശ്വർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിശാല മനസ്കത കാണിക്കണം. അത് എത്ര കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സെന്റൻസ് ആയിട്ട് നിൽക്കുന്നു ശ്രീജിത്ത്? അല്ല, നോക്കൂ, ഇതൊരു അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന വാദമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് വലിയൊരു ക്രൈം തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാരോട് എല്ലാവർക്കും തന്നെ നമുക്ക് നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഇത് ചെയ്യുന്നത്, വലിയ ക്രൈം ആണെങ്കിലും നിങ്ങളെ തിരുത്തുക എന്നുള്ളതാണ് നിയമത്തിൻ്റെ ലക്ഷ്യം, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തവണ ശിക്ഷയില്ല എന്ന രീതിയിലത്തേക്ക് ക്ഷമിച്ചു വിടുകയല്ല ചെയ്യുന്നത്. ഇവിടെ ഇത് ക്ഷമിക്കപ്പെടേണ്ടുന്ന കുറ്റമാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടേണ്ടത് ഇതിലെ അഗ്രീവ്ഡ് ആയിട്ടുള്ള പാർട്ടിയാണ്. ഇതിൽ ഇത്തരത്തിലുള്ള അവഹേളനത്തിന് വിധേയയായതും തൻ്റെ അസാന്നിധ്യത്തിലും സാന്നിധ്യത്തിലും ഇതിന് വിധേയയായതും ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മാപ്പ് നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പൂർണ്ണമായും തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് മാത്രമാണ്. ഇനി ഇതിൽ ശിക്ഷാ നടപടി അങ്ങനെ മാപ്പ് നൽകിയാൽ അത് കൊടുക്കുന്ന ഒരു സന്ദേശം ഇതുപോലെയുള്ള എല്ലാ ക്രൈമുകളും മാപ്പ് അർഹിക്കുന്നതാണ് എന്നുള്ളൊരു തെറ്റായ സന്ദേശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ ശ്രീജിത്തെ? അല്ല, 100%. അതുകൊണ്ട് തന്നെയാണല്ലോ ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ് എന്ന് ഹണി റോസ് പറയേണ്ടി വന്നതും. തനിക്കിതിൽ അമിതമായിട്ടുള്ള സന്തോഷമൊന്നുമില്ല. പക്ഷേ ശരിയായ രീതിയിൽ നിയമം ഏത് രീതിയിലേക്കാണോ ഉപയോഗിക്കേണ്ടത് ആ രീതി മാത്രമാണ് താൻ പിന്തുടരുന്നത് എന്ന രീതിയിലേക്കുള്ള ഒരു അഭിപ്രായം അവർ പറയുന്നിടത്ത് അവരുടെ പൊസിഷൻ ക്ലിയർ ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരാളിനോട് നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടെ എന്നൊക്കെ അപേക്ഷിക്കാം എന്നതിനപ്പുറത്തേക്ക് ആ അപേക്ഷയിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ ക്ഷമിക്കേണ്ട ഒരു കാര്യമായിരുന്നുവെങ്കിൽ അതിനു മുമ്പ് മാർഗങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ 1 വർഷം കൊടുക്കണോ 3 വർഷം കൊടുക്കണോ വെറുതെ വിടണോ എന്നീ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ലാത്തത്, തെറ്റു മനസ്സിലാക്കാനായിട്ട് ഇവിടെ ബോബി ചെമ്മണ്ണൂരിന് നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ആദ്യമായിട്ട് നടത്തുന്ന ദ്വയാർത്ഥ പ്രയോഗമല്ല ഇത്. മുമ്പ് പല ആൾക്കാരോട് അദ്ദേഹം ഇതേപോലെ തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ വീഡിയോ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ വൈറലാകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനെ വിമർശിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇതൊരു പതിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല എങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഹണി റോസിന്റെ കേസിലേക്ക് മാത്രം വന്നു കഴിഞ്ഞാൽ ഹണി റോസ് തന്നെ പറയുന്ന കാര്യം ഇവിടെ ബോബി ചെമ്മണ്ണൂർ സമ്മതിക്കുന്നുണ്ട്. അതായത് തനിക്ക് ഈ രീതിയിലത്തേക്കുള്ള പരാമർശങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് സ്വീകാര്യമല്ല, തനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് മാനേജർ വഴി ബോബി ചെമ്മണ്ണൂരിനെ അറിയിച്ചതിന് ശേഷം അങ്ങനെയാണെങ്കിൽ താൻ ആരെക്കുറിച്ചാണോ ഈ പരാമർശങ്ങൾ നടത്തുന്നത് അവർക്കിതിൽ താല്പര്യമില്ല എന്ന് അറിയിക്കുന്ന സമയത്ത് ബോബി ചെമ്മണ്ണൂർ നിർത്തണം എന്നുള്ളിടത്തായിരുന്നു അതിൻ്റെ വാണിംഗ്. അപ്പോൾ ആ വാണിംഗ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബോബി ചെമ്മണ്ണൂർ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവരുടെ അസാന്നിധ്യത്തിൽ പോലും അവർക്കെതിരെ കൂടുതൽ രൂക്ഷമായിട്ടുള്ള കൂടുതൽ മോശമായ രീതിയിലത്തേക്കുള്ള ഡബിൾ മീനിങ് വാക്കുകൾ ഉപയോഗിച്ചു. അതിൻ്റെ പലതിൻ്റെയും അക്കൗണ്ടബിലിറ്റി തനിക്കല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അത് മറ്റുള്ള പല ആൾക്കാരുടെയും, അതായത് പൊതുസമൂഹത്തിൽപ്പെട്ട പല ആൾക്കാരും ഇന്ന ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശുദ്ധ വഷളത്തരം, ശുദ്ധ അശ്ലീലം ഇവർക്കെതിരെ വീണ്ടും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയുള്ള ഒരാളിന് നമ്മൾ മാപ്പ് നൽകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഈ ചെയ്യുന്ന തെറ്റാണ് എന്ന് അറിയാതിരിക്കുന്ന ഒരാളല്ല. 2, മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ ഈ സിനിമയിൽ ആ രംഗം ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരക്കഥയിൽ അതുണ്ട് എങ്കിൽ അതിൻ്റെ തിരക്കഥാകൃത്താണെങ്കിലും സംവിധായകനാണെങ്കിലും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരോട് ഇതിനെപ്പറ്റി പറഞ്ഞ് അവരുടെ കൺസെൻറ്റോടുകൂടി ഷൂട്ട് ചെയ്യുന്ന കാര്യമാണ്. അതായത് മോൺസ്റ്റർ എന്ന സിനിമയിൽ ആ ഒരു സീനിൽ ഹണി റോസ് അഭിനയിച്ചിരിക്കുന്നതോ ട്രിവാൻഡ്രം ലോഡ്ജിൽ അത് അഭിനയിച്ചിരിക്കുന്നതോ അവരുടെ കൺസെൻറ്റോടുകൂടിയാണ്. അതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ കൺസെൻറ്റ്. നേരെ മറിച്ച് അവരൊരു സിനിമയിൽ അങ്ങനെ ഒരു റോൾ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി ആ കൺസെന്റ് എല്ലായ്പ്പോഴും എല്ലാവർക്കും ആ വാക്കിന്റെ പല തരത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാത്ത രാഹുൽ ഈശ്വറിന് മനസ്സിലാകാത്ത ആണെന്ന് ഞാൻ കരുതുന്നില്ല, മനസ്സിലാകുന്നില്ല എന്ന് ധരിച്ച് അല്ലെങ്കിൽ അത് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു പ്രേക്ഷകരെ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ അല്ല, ബിന്ദു പണിക്കരും കൺസെന്റോടെ അല്ലേ അഭിനയിച്ചത്? പക്ഷേ അത് വലിയ കാര്യമായിട്ടാണല്ലോ അഭിനയിക്കുന്നതും
നേരിട്ട് ജീവിതത്തിൽ പറയുന്നതും തമ്മിലുള്ള ആ മിനിമം ഡിഫറൻസ് രാഹുൽ ഈശ്വറിന് മനസ്സിലാവാൻ ഞാനല്ലല്ലോ, അല്ല അപർണ ഒരു സെക്കൻഡ്, ഞാനല്ലല്ലോ ജയറാമിന്റെ ആ സിനിമയുടെ ഉദാഹരണം കൊണ്ടുവന്ന അപർണയല്ലേ? രാഹുൽ, ഞാൻ രാഹുലിന് കിട്ടുന്നേ ഇല്ല. ഞാൻ പറഞ്ഞത് അത് കോമൺ ആയിരുന്ന ഒരു കാലമാണ്. ആ കാലം ഞാൻ ശ്രീജിത്ത് പറഞ്ഞോട് വലിയൊരു ശതമാനം യോജിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ അനാലിസിസ് ഈ വിഷയത്തിന് സിമിലർ ആണ്. അതിന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തോട് വിനീതമായി ഞാൻ യോജിക്കുന്നു. അതിന്റെ സൊല്യൂഷൻ ഒരു ക്രിമിനൽ കേസ് അല്ല, പകരം ഒരു സോഷ്യൽ റോങ് ആയി കണ്ടുകൊണ്ട് റിഫോർമേഷൻ ആണ്. ഇതൊരു ഡിറ്ററൻസ് ആയിട്ട് ഓൾറെഡി പ്രവർത്തിക്കും. അത് ഹണി റോസിന്റെ ക്രെഡിറ്റ് ആണ്. ഇത് ദ്വയാർത്ഥ പ്രയോഗങ്ങളിൽ നിന്നാൽ അത് ഹണി റോസിനും മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ക്രെഡിറ്റ് ഉണ്ടാകും. പക്ഷെ 3 വർഷം ജയിലിൽ പിടിച്ചിടണം എന്നൊരു നിലപാടിലേക്ക് സമൂഹം എത്തരുത്. ബോബി ചെമ്മണ്ണൂരിന് അങ്ങനെ ക്ഷമ കൊടുത്തു വിട്ടാൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന മറ്റുള്ളവർക്കൊക്കെ എന്ത് ശിക്ഷ കൊടുക്കണം? അവരും ചോദിക്കില്ല ഈ ക്ഷമയൊക്കെ. മറ്റുള്ളവരുടെ കാര്യം എന്താകും രാഹുൽ? അതൊക്കെ ഒന്ന് പറയൂ. എന്നോടാണെങ്കിൽ അതും കൂടെ എനിക്ക് കേൾക്കാൻ കഴിയുന്നത്, അതായത് ബോബി ചെമ്മണ്ണൂരിന് മാപ്പ് കൊടുത്തു വിട്ടാൽ രാഹുൽ, ബോബി ചെമ്മണ്ണൂരിന് മാപ്പ് കൊടുത്തു വിട്ടാൽ വലിയൊരു ഡിറ്ററന്റ് ആയിട്ട് ഓൾറെഡി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ഡിറ്ററന്റ് ആയിട്ട് ഓൾറെഡി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഡിറ്ററന്റിന്റെ ഭാഗമായി സമൂഹത്തിൽ ഒരു നന്മ വരും. അതിന്റെ ക്രെഡിറ്റ് ഹണി റോസിനാണ്, അതിന്റെ ക്രെഡിറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾക്കാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കൂടുതൽ കടുപ്പമുള്ള നിലപാടിലേക്ക് മുഖ്യധാരാ മാധ്യമങ്ങളോ ഹണി റോസോ പോകരുത്. ആ കോടതിയിൽ ഇദ്ദേഹം ഓൾറെഡി തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കുറെ കൂടെ കരുണാർദ്രമായ സമീപനം കോടതികൾ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കൽ പോലും ആരും ബോച്ചയെ ന്യായീകരിച്ചില്ല എന്ന് കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ബോച്ചയെ ന്യായീകരിച്ചു എന്ന് പറയരുത്. ബോച്ചയെ ന്യായീകരിച്ചില്ല, പകരം സമീപനം കുറെ കൂടെ ഉദാരപൂർണവും കരുണാർദ്രവും കമ്പാഷനേറ്റും ആകണമെന്നുള്ള ലിമിറ്റഡ് പോയിന്റ് ആണ് മുമ്പോട്ട് വെച്ചത്. ഒരു കാര്യം, അങ്ങനെ അല്ല അപർണ, ഇവിടുത്തെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു കരുണാർദ്രമായിട്ടുള്ള ഒരു സമീപനം ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന്, അല്ലെങ്കിൽ ഹണി റോസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് നമ്മൾ പറയുമ്പോൾ ഇതേ കാര്യം തന്നെയാണ് തന്റെ മാനേജർ വഴി അവരാരെ അറിയിച്ചത്, ബോബി ചെമ്മണ്ണൂരിനെ അറിയിച്ചത്. കരുണാർദ്രമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകണം, എന്നെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ ഇദ്ദേഹം തയ്യാറായില്ല. പിന്നീട് ഈ വഷളത്തരം കൂടുതൽ സ്ട്രോങ് ഡോസിൽ അദ്ദേഹം വീണ്ടും പറയുകയാണ്. രാഹുൽ ഇവിടെ പറയുന്നത് അതിലൊരു ക്രിമിനൽ കാര്യമില്ല, ഇതൊരു റോങ് ആണ്, ഒരു സോഷ്യൽ റോങ് ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. ഡബിൾ മീനിങ് പറയുക, ഒരു വ്യക്തിയെ അവരുടെ താല്പര്യമില്ലാതെ വീണ്ടും സ്റ്റോക്ക് ചെയ്യുക, ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയെ ഇൻസൾട്ട് ചെയ്യുക, ക്രിമിനൽ ഇന്റന്റോട് കൂടി സംസാരിക്കുക, ആഭാസകരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, ആഭാസകരമായിട്ടുള്ള ആംഗ്യങ്ങൾ ഉപയോഗിക്കുക, ഒരാളിന്റെ പ്രൈവസിയിലേക്ക് ഇൻട്രൂഡ് ചെയ്യുക എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അങ്ങേയറ്റത്തെ ക്രിമിനൽ പ്രവൃത്തിയാണ്. അത് കേവലം ഒരു സോഷ്യൽ റോങ് അല്ല. ഒരു സോഷ്യൽ റോങ് എപ്പോഴാണ് ക്രിമിനൽ ആക്ടിവിറ്റി ആയി മാറുന്നത് എന്ന് വെച്ചാൽ അത് ഈ രീതിയിലത്തേക്ക് ഒരു സ്ത്രീയുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറിക്കൊണ്ട് അവരെ ഇങ്ങനെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നിടത്താണ്. അപ്പൊ പിന്നെ അവരെ പറ്റി ഈ ലോകം മുഴുവൻ പറഞ്ഞ് കൊള്ളരുതായ്മ മുഴുവൻ പറഞ്ഞതിന് ശേഷം ഇനി അവര് വിശാല ഹൃദയായ ആശാൻ ക്ഷമിക്കുന്നു എന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും. ശ്രീ ജോർജ് ജോസഫ്, ഈ ദ്വയാർത്ഥ പ്രയോഗം കാരണം ക്ലാസ് പഠനം നിർത്തിപ്പോകേണ്ടവർ, ചെറിയ കുട്ടികളോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തി അങ്ങനെ അറസ്റ്റിലായിട്ടുള്ള അധ്യാപകർ, ട്രെയിനിങ്ങിന് കയറുമ്പോൾ ഡബിൾ മീനിങ് കേട്ട് ആ ട്രെയിനിങ് നിർത്തിപ്പോയി, അങ്ങനെ കേസുകളൊക്കെ ഒരുപാട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു ബോബി ചെമ്മണ്ണൂരിന് വളരെ വിശാലമായ ഒരു മാപ്പ് കൊടുത്താൽ ഈ ബാക്കിയുള്ള കേസുകളും അവിടെ നിൽക്കും, അല്ലെങ്കിൽ ഇതുകൊണ്ട് ആരും പഠിക്കില്ല എന്ന് മനസ്സിലാകാതെ ആകില്ല രാഹുൽ ഈശ്വർ അത് പറയുന്നത്. പക്ഷേ രാഹുൽ പറയുന്ന പോലെ കേരളം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും വലിയ കുറ്റമല്ലല്ലോ എന്ന് പറയുന്നത്. അതൊരു ആറ്റിറ്റ്യൂഡാണ്, ഒരു സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡാണ്, ഇതിൽ വലിയ കുറ്റമൊന്നുമില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇത്രയും വർഷങ്ങളായി ഇത്രയും പ്രായമുള്ള ആളാണ്, അയാൾ പണത്തിൻ്റെ ആധിക്യത്തിൽ കഴിയുന്ന ആളാണ്, അയാൾ പല സ്ഥലങ്ങളിൽ ഇതുപോലെ പല ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്തിയപ്പോൾ ആൾക്കാർ കൈയടിച്ച് അയാളെ ഇത്ര നാൾ വളർത്തിക്കൊണ്ട് വന്നു. അയാളുടെ സെക്രട്ടറി അടുത്ത് അല്ലെങ്കിൽ PA അടുത്ത് പല പ്രാവശ്യം ആ പെൺകുട്ടി പറഞ്ഞു 2 വർഷമായിട്ട് വേദന തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ ബോബി ചെമ്മണ്ണൂരിൻ്റെ അവിടെ ഒരു പ്രോഗ്രാമിന് പോയാൽ കുറേ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കും ഈ പെൺകുട്ടിക്ക്. അവരതുകൊണ്ടാണ് അതിന് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പം കുറേയൊക്കെ വിധേയത്വം കാരണം അവരുടെ പണം വാങ്ങിച്ചിട്ടല്ലേ അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അയാൾ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാൻ തുടങ്ങി. അങ്ങനെ 2 പ്രാവശ്യം പോയി കഴിഞ്ഞ് 3-ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പം വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അയാൾക്ക് മനസ്സിലായി, മെസ്സേജ് അവിടെ കിട്ടി. അതിനുശേഷം അതേപ്പറ്റി മോശം കമൻ്റ് ഇട്ടു. പിന്നെ നമ്മൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കണം, എന്ത് കാര്യത്തിനാണ് കുന്തി ദേവിയുടെ കാര്യം ഇയാൾ എടുത്തിട്ടത്? അയാൾ അത്ര മിടുക്കനാകരുത് അത്. കാരണം ആ ഒരു കാര്യം, കാരണം നമുക്കറിയാം ഈ ജിമ്മിലൊക്കെ പോയി ഈ ചില ആൺകുട്ടികളൊക്കെ മുൻവശവും തള്ളി നിൽക്കും, പുറകുവശവും തള്ളി നിൽക്കും.
അത് അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ സ്ത്രീകൾക്കും അതുപോലെയുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉള്ളത് ആ ഭാഗം മാത്രം കൂടുതൽ ഓഡിയോയിലും വീഡിയോയിലും എടുത്ത് പ്രദർശിപ്പിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അത് ആ കുട്ടിയുടെ കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരാൾ നേക്കഡായിട്ട് റോട്ടിൽ കൂടെ നടന്നാൽ അതിനിവിടെ അത് ഒഫൻസാണ്. ആണായാലും പുരുഷനായാലും സ്ത്രീ ആയാലും അതിന് കേസ് രജിസ്റ്റർ ചെയ്യും, അത് യാതൊരു സംശയമില്ല. പക്ഷേ അവർക്ക് മറക്കേണ്ട ഭാഗങ്ങളൊക്കെ മറക്കി ആ കുട്ടി നടക്കുന്നതിന് നമുക്കെന്താണ് അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശം? അത് ബോഷയ്ക്കുമില്ല, നമുക്ക് ആർക്കുമില്ല. അപ്പോൾ അത് അവരുടെ ഒരു വരുമാന മാർഗമാണ്. അപ്പോൾ അത് എന്തോ ആയിക്കോട്ടെ, ഈ ഒരു സന്ദർഭത്തിൽ ബോഷ അവിടെ പറഞ്ഞ കുന്തി ദേവിയുടെ കാര്യം പറഞ്ഞതോടുകൂടി അയാൾ പെട്ടു എന്ന് ഞാൻ കരുതി. കാരണം ആ കുട്ടി എന്തായാലും കേസ് കൊടുക്കാൻ തൻ്റെ ഇടം കാണിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതത്ര നിസ്സാരമായിട്ട് പോകില്ല. രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ കരുണയൊന്നും കാണിക്കാൻ പോകുന്നില്ല. കാരണം 2 വർഷം തീരുന്ന ആത്മഹത്യയുടെ വക്കീലാന്ന് ഞാൻ അറിഞ്ഞത്. കാര്യമൊക്കെ എന്ത് പറഞ്ഞാലും ശരി, ബോൾഡായിട്ട് അത് നിവൃത്തിയില്ലാതെ തൻ്റെ ഇടത്തോട് രംഗത്ത് വന്നു. അത് മുഖ്യമന്ത്രി അത് അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം മുഖ്യമന്ത്രി പല കേസിലും നടപടി എടുത്തില്ല എന്നൊക്കെ നമുക്ക് ആരോപണമുണ്ട്. പക്ഷേ ഇതൊരു ടിപ്പിക്കൽ കേസാണ്. കേരളത്തിൽ ഇതുപോലെയുള്ള ഈ വിഷം ഇങ്ങനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവന്മാർ ഒക്കെ ഒരു മാതൃകയാണ്. കാരണം 2 പേരും മുറ്റ ആൾക്കാരാണ്. കാരണം ആ പെൺകുട്ടി നല്ല ബോൾഡായിട്ട് നിൽക്കുന്നു, ഇപ്പുറത്ത് വലിയ പണച്ചാക്കുമായിട്ട് നടക്കുന്നയാൾ എന്തും പറഞ്ഞ ആൾക്കാരെ വശീകരിക്കുന്നയാൾക്ക് ഒരു പാഠം തന്നെയാണ്. ഇത് മലയാളികൾക്ക് ഒരു പാഠമായിട്ട് പലരും ഇപ്പം മുങ്ങാങ്കുഴിയിട്ട് ഓടിക്കഴിഞ്ഞു യൂട്യൂബിൽ. ഇതിനുവേണ്ടി വാദിക്കുന്ന ഒരു ടീമുണ്ട്, ഒരു ആർമി ഉണ്ടല്ലോ. അവരും പറയുന്നത് ഇതിലേറെ വൃത്തികെട്ട കമന്റുകളാണ്. അങ്ങനെയുള്ള തുടർ അറസ്റ്റുകൾ നടക്കണം. ഒരു കൂട്ടമായിട്ടുള്ള അറസ്റ്റ് നടന്നാൽ മാത്രമേ ഒരു പക്ഷേ വളരെ കടുപ്പിച്ചാണ് നിയമ നടപടി എന്ന് ആൾക്കാർക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ തോന്നുന്നുണ്ടോ? അതൊരല്പം കൂടി പോവോ? ഇല്ല, അത് വേണം, അത് വരും. കാരണം ഈ ഒരു പെൺകുട്ടി ബോൾഡായിട്ട് വന്നല്ലോ, ധാരാളം സ്ത്രീകൾ ഇനി രംഗത്ത് വരും. ഏമ കമ്മിറ്റിയിൽ നമ്മൾ അറിഞ്ഞല്ലോ, അത് പതുക്കി വെച്ചിട്ട് കുറച്ച് പുറത്ത് ചാടിയില്ലോ, കുറേ നടന്മാരെല്ലാം കിടന്ന് ഓടിയില്ലോ. കാരണം നമ്മളത് കണ്ടതല്ലേ. കാരണം സ്വാധീനം കൊണ്ട് പലരും പല കാര്യങ്ങളും അതിനകത്ത് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കിക്കോട്ടെ, നമുക്കതിന് തടസ്സമില്ല. പക്ഷേ ആ ഒരു സംഭവം വന്നപ്പം മലയാള സിനിമാ രംഗം ഒത്തിരി മാറി, സമൂഹം ഒത്തിരി മാറി. ഇതുപോലെയുള്ള ആൾക്കാരെ പിടിക്കുന്ന തന്ത്രം നമുക്ക് ഇത്ര നാൾ അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോൾ ഇത് ആ തന്ത്രങ്ങളും വന്നു കഴിഞ്ഞിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കമൻറ്റ് ഇട്ടവന്മാർ എല്ലാവരും ആഹ്ലാദിച്ച് നടന്നു. കാരണം അതിനിങ്ങനൊരു പ്രതിഫലനം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അത് കൃത്യമായിട്ട് ഇപ്പം വന്ന് അതിന് റൈറ്റ് പേഴ്സണെ കിട്ടി എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതിൻ്റെ ആ കാര്യത്തിൽ. കാരണം ബോബി ജമ്മണ്ണുവിനെ പോലെ ഒരാളെ തന്നെയായിരുന്നു പ്രതിക്കൂട്ടി വരേണ്ടത്. എങ്കിലും സോഷ്യൽ മീഡിയ 1.5 ലക്ഷം ഫോളോവേഴ്സ് അദ്ദേഹം ഉണ്ട്. സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരും അറിഞ്ഞു. വലിയ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായി, ചാനലിലെല്ലാം ചർച്ചയായി. ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ കൊച്ചുകുട്ടികളും വലിയവരും എല്ലാവരും പഠിച്ചിരിക്കുന്നു. പലരും ഓടി മറഞ്ഞു കഴിഞ്ഞു. കുറേ ആൾക്കാരുണ്ട്, നമുക്ക് അവരെ അടുത്ത് തന്നെ ഒതുക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് രാഹുൽ ഈശ്വറിൻ്റെ ചില വാർത്തകൾ അദ്ദേഹത്തിൻ്റെയൊക്കെ വരുമ്പം നമ്മൾ ചില കാര്യത്തിനോട് വിയോജിക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞോട്ടെ. പക്ഷേ ക്ഷമ കൊടുത്ത് ആ പെൺകുട്ടി ക്ഷമ കൊടുക്കുന്നെങ്കിൽ കൊടുത്തോട്ടെ, അത് നമുക്ക് അതിന് തടസ്സമൊന്നുമില്ല. അത് അവർ തമ്മിലുള്ള കാര്യം. പക്ഷേ ഇതൊരു ആൾക്കാർക്കും ജനങ്ങൾക്കും കേരളത്തിൽ ഇതുപോലെ മ്ലേച്ഛമായിട്ട് ചിന്തിച്ച് നടക്കുന്ന മാന്യന്മാർ. ഞാൻ ഒരു കാര്യം പറയാം. ഒരാൾ എൻ്റെ അടുത്ത് ഒരു കൺസൾട്ടേഷൻ വന്ന്, അയാൾ വലിയ VIP ആണ് IT രംഗത്ത്. അയാൾ അവിടെ ഒരു പെണ്ണിനെ മോഹിച്ച് നടക്കാതെ വന്നപ്പോൾ ആ പെണ്ണിനെ പറ്റി മോശമായ അഭിപ്രായം അയാൾ പലരിടത്തും പറഞ്ഞു. അത് ചിലവാകാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇവരുടെ പേരുമെല്ലാം എഴുതി വെച്ച് അവരുടെ മൊബൈൽ നമ്പർ എഴുതി വെച്ചു. പക്ഷേ ആ കയ്യക്ഷരം ഇയാളുടെ ആയിരുന്നു. ആ പെൺകുട്ടി ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. അവർ നടന്ന് ഈ കയ്യക്ഷരം കണ്ടുപിടിച്ചപ്പോൾ ഇവരുടെ ഏറ്റവും അടുത്തുള്ള ഇവരുടെ ബോസ് എങ്ങനെയുണ്ട്? മലിന മനസ്സുണ്ടോ ആ ബോസിന്? എത്ര ക്വാളിഫിക്കേഷൻ ഉള്ള PhD ഉള്ള ആളാണ്. നമ്മളിത് മനസ്സിലാക്കണം. എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ട്, മലിന മാസമായിട്ട് നടക്കരുത്. അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അത് പാവപ്പെട്ടവനായാലും വലിയവനായാലും ശരി, പണക്കാരുമായാലും ശരി, ഇതുപോലെയുള്ള ചിന്തകൾ മാറിക്കും. അത് സോഷ്യൽ മീഡിയയിൽ പ്രതിഫലിക്കരുത്. കാരണം അവർ ചിന്തിച്ചോട്ടെ, വീട്ടിലിരുന്ന് ചിന്തിച്ച് വട്ടുപിടിച്ച് നടന്നോട്ടെ, തടസ്സമില്ല. പക്ഷേ പുറത്ത് കാണിക്കരുത്. ജനങ്ങൾ അങ്ങനെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ അകത്താകുമെന്നൊരു തോന്നലുണ്ടായാൽ അത് രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകൾക്ക് കിട്ടുന്നത് ചെറിയ അനുഗ്രഹമായിരിക്കില്ല. രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോലും മോശമായിട്ട് പെരുമാറുന്ന വെട്ടുകളിലുള്ള നാടാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള പോലെ ഇത്രയും മോശം ഒരു സൈബർ സ്പേസും പോലും കാണില്ല. വ്യക്തിപരമായിട്ട് പോലും ഒരു സന്തോഷം തോന്നുന്ന കാര്യമല്ലേ? അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് എല്ലാ ഭാഗത്തും വേണം. ഒരു വ്യവസായ പ്രമുഖൻ മാത്രം അകത്തായാൽ പോരാ. തീർച്ചയായിട്ടും ഇത് നമ്മൾ ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്യുമ്പോൾ ശിക്ഷിക്കുക എന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്കൊരു പാഠമായിട്ടാണ് വരേണ്ടത്. ഇവിടെ ഇപ്പോ
വൈകിയാണെങ്കിലും ഇങ്ങനെ ഒരു അവസരം വരുമ്പോ ഇവിടെ മാതൃകാപരമായ ശിക്ഷ കൊടുത്തുകൊണ്ട് തന്നെ സമൂഹത്തിന് ഇതൊരു സാമൂഹ്യ വിപത്താണ്. ഈ സാമൂഹ്യ വിപത്ത് മറ്റുള്ളവർക്ക് ഒരു പേടി തോന്നണമെങ്കിൽ ഇതിന് കഠിനമായ ഒരു ശിക്ഷ തന്നെ കിട്ടണം. എങ്കിൽ മാത്രമേ കുറെയെങ്കിലും ഒക്കെ ഇതിന്റെ ഒരു എഫക്റ്റ് കുറെ നാളെങ്കിലും നിൽക്കുകയുള്ളൂ. ഇപ്പോ ഇവിടെ അപർണ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷമുണ്ട്. ഹണി റോസിനെ പോലുള്ള ഒരാൾക്ക് നമ്മൾ വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ വസ്ത്രങ്ങൾക്ക് എന്തൊക്കെ മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള പല സ്ഥലങ്ങളും ഉണ്ട്. അമ്പലങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലും ഒക്കെ വസ്ത്രങ്ങൾക്കുള്ള മാനദണ്ഡങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മാനദണ്ഡം നിയമപരമായിട്ട് അനുശാസിക്കാത്തിടത്തോളം അവർക്ക് ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം. അന്താരാഷ്ട്ര തലത്തിലുള്ള ഫിലിം ഫെസ്റ്റിവലുകളിലും കാൻ പോലെയുള്ള ഫെസ്റ്റിവലുകളിലും ഒക്കെ നടീനടന്മാർ ഇട്ടിട്ട് വരുന്ന ഡ്രസ്സുകൾ എങ്ങനത്തെ ഡ്രസ്സുകളാണ് ഇട്ടിട്ട് അതിനെയൊന്നും ആരും വിമർശിക്കുന്നില്ലല്ലോ. പക്ഷെ നമ്മുടെ കേരളത്തിലാവുമ്പോൾ ആർക്കും ആരെയും എന്ത് പറയാം എന്നുള്ള ഒരു അമിതമായ സ്വാതന്ത്ര്യം, ഒരു ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യത്തെ അമിതമായിട്ട് ദുരുപയോഗം ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. ഗൾഫ് പോലെയുള്ള രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാത്തത്? നിയമം കർശനമാണ്, ശിക്ഷ നടപ്പാക്കപ്പെടുന്നുണ്ട്, അത് പിന്നെ ആവർത്തിക്കാതിരിക്കാനുള്ള പേടി ഉണ്ടാവുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ശിക്ഷാ നടപടിയാണ് ഇതിന് വേണ്ടത്. ഇതിൽ ഇനി ഒരു പെർസ്യൂ ചെയ്യുന്ന ഇത് കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു പ്രോസസ്സിംഗ് പോവേണ്ട ഒരു ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോ നമ്മൾ പറയുമ്പോൾ ഇതിപ്പോ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ സെക്സ് പരമായിട്ട് പറയുന്നു, അല്ലെങ്കിൽ വസ്ത്ര ചെയ്യുന്നതിനെ അധിക്ഷേപിച്ചുകൊണ്ട് പറയുന്നു, അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വർഗീയ പരാമർശങ്ങൾ വരുന്നത്. ഇവിടെ ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ 2 ദിവസം മുമ്പ് PC ജോർജ് ഒരു വർഗീയ പരാമർശം നടത്തി. അതെന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത്? അത് പോലീസ് അല്ലെങ്കിൽ ഇവർക്ക് അത് ബാധിക്കാത്തത് കൊണ്ടാണോ? അപ്പൊ എല്ലാ തരത്തിലുള്ള ഇതുപോലെയുള്ള മോശം പ്രവണതകളെയും നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതെ, ഇനി തൊട്ട് അങ്ങനെയുള്ള എല്ലാ പ്രയോഗങ്ങളും, അത് രാഷ്ട്രീയക്കാരും നടത്തിയാലും മാധ്യമ പ്രവർത്തകർ നടത്തിയാലും സിനിമാ താരങ്ങൾ നടത്തിയാലും സാധാരണക്കാരൻ നടത്തിയാലും അത് നിയമ നടപടികളിലേക്ക് പോകുമെങ്കിൽ മാത്രമേ തിരുത്തുണ്ടാവുകയുള്ളൂ. പരസ്യമായ ദ്വയാർത്ഥ പ്രയോഗങ്ങളെല്ലാം നിയന്ത്രിക്കേണ്ടേ എന്ന് പ്രേക്ഷകരോട് ചോദിച്ചപ്പോൾ 79% പ്രേക്ഷകരും അതെ എന്ന് പറയുന്നു. 14% പ്രേക്ഷകർ അല്ല എന്നും പറയുന്നു. ആ 14% കുറിച്ചോർത്ത് കഷ്ടം എന്നേ പറയാനുള്ളൂ. ഏതായാലും ഇത്രയും സ്വാധീനവും സമ്പത്തുമുള്ള വ്യവസായ പ്രമുഖൻ പോലും ദ്വയാർത്ഥ പ്രയോഗം നടത്തി അകത്ത് കിടക്കുന്നു. അദ്ദേഹത്തിന് ഒരുപക്ഷെ അങ്ങേയറ്റം വരെ നിയമ പോരാട്ടം നടത്താൻ കഴിഞ്ഞേക്കും. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ആ ഫാൻസ് ആർമിയും വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ഒരുപക്ഷെ പുറത്തിറങ്ങാനാവാത്ത വിധം അകത്ത് കിടക്കേണ്ട രീതിയിലേക്കൊക്കെ നിയമ നടപടികൾ കടുപ്പിച്ചേക്കാം. മാത്രം പറഞ്ഞുകൊണ്ട് പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. വളരെയധികം നന്ദി. ജോർജ് ജോസഫ്, ശ്രീജിത്ത് പണിക്കൻ, ദീപ അനിൽ, ഒപ്പം രാഹുൽ ഈശ്വർ, ബഷീർ വളിക്കുന്ന് ചർച്ചയിൽ പങ്കെടുത്തത്.